Hello. Good morning. Good morning. Okay. Yes. Yes. Good morning. And good morning, Parnillo. Good morning, Parne. Good morning, ma'am. Good morning, ma'am. Yes. Good morning. Morning, Good ma'am. morning, ma'am. Good Good morning, morning, ma'am. ma'am. Yes. Good morning, ma'am. നല്ല സൗണ്ട് കേൾക്കുമ്പോൾ എന്തോ ഒരു പോസിറ്റീവ് എനർജി വരും. അതുകൊണ്ടാണ് സൗണ്ട് കേൾക്കാൻ വേണ്ടി ഗുഡ് മോർണിംഗ് പറയാൻ വേണ്ടിയിട്ട് ഓൺ ആക്കിയത് കേട്ടോ. ഓക്കെ, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കഴിഞ്ഞ ദിവസം നമ്മള് ക്ലിനിക്കൽ ഓഡിറ്റ് ആണ് എടുത്തോണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പൊ കഴിഞ്ഞ ക്ലാസ് ഏത് ചാപ്റ്റർ ആയിരുന്നു എന്ന് പറയാമോ? എന്റെ ബാക്കിൽ പോണോ ഫ്രണ്ടിൽ പോണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ. ഇത് എത്രാമത്തെ ചാപ്റ്ററാ? തേർഡ് വൺ ആണ്. ഓക്കെ, അപ്പൊ നമ്മള് ഫോർത്തിലാണെങ്കിൽ താഴെ പോകും. മോർണിംഗ്. ഡാറ്റ കളക്ഷൻ ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത്. ശരിയല്ലേ? അതെ, ഡാറ്റ കളക്ഷൻ ആണ് നമ്മൾ കുറച്ച് പറഞ്ഞത്. അപ്പൊ നമ്മള് എന്താ പറയാ, നമ്മൾ പറയുന്നത് എന്തിനെ കുറിച്ചുള്ള കാര്യങ്ങളാ? നമ്മളുടെ ഓഡിറ്റ്, ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് പോയിന്റ്സ് ടു ബി നോട്ടഡ്, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്താണോ ചെയ്യേണ്ടത്, ഒരു ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് വെച്ചിരിക്കുന്ന സ്റ്റെപ്സ് ആണ്. അതിന്റെ പ്രിൻസിപ്പിൾസ് സ്റ്റെപ്സ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഒന്നാമത്തേത് പ്രിപ്പയറിംഗ് ഫോർ ദ ഓഡിറ്റ്. ഓഡിറ്റിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തണം. അതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് അവൈലബിൾ ആണോ, അതിന് വേണ്ടിയിട്ടുള്ള ടീം റെഡി ആണോ, ഓൾ ദീസ് തിങ്സ് എല്ലാം നോക്കണം. അപ്പൊ അതൊക്കെ അനുസരിച്ച് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് ആദ്യം നടത്തുക. രണ്ടാമത് നമ്മൾ പറഞ്ഞത് സെലക്ഷൻ ഓഫ് ഇൻഡിക്കേറ്റേഴ്സ്, അതുപോലെ ക്രൈറ്റീരിയ, സ്റ്റാൻഡേർഡ്. ഈ ഓഡിറ്റിംഗ് നമ്മൾ എന്തിന്റെ ബേസിസിൽ നടത്തണം? എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ, ഒരു സ്റ്റാൻഡേർഡ് വേണ്ടേ? അത് വെച്ചല്ലേ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് പ്രീവിയസ് ആയിട്ടുള്ള ചിലപ്പോ ചില എന്താ പറയാ ഇൻഫോർമേഷൻസ് ആയിരിക്കാം നമ്മൾ അതിനു വേണ്ടി ഡിപ്പെൻഡ് ചെയ്യാം. നേരത്തെ കൂട്ടി എന്തൊക്കെയാണ് അവിടുത്തെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും എന്താ പറയാ ചിലപ്പോ ഇവാലുവേഷൻസ് നടത്തി, അസസ്മെന്റ് നമ്മൾ നടത്തി. സോ ദേ ഹാവ് ഫൗണ്ട് ഔട്ട് സം മിസ്റ്റേക്സ് ഓർ സം കറക്ഷൻസ് ടു ബി മെയ്ഡ്. എന്തെങ്കിലും തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം. ഇതിങ്ങനെ പോയത് കൊണ്ടാണ് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു എന്താ പറയാ പ്രോഫിറ്റബിലിറ്റി, അല്ലെങ്കിൽ നമ്മളുടെ സേവനങ്ങളിൽ പോരായ്മകൾ വന്നത് ഇതുകൊണ്ടാണ് എന്നൊക്കെ ആ ഹോസ്പിറ്റൽസിന്റെ ക്ലിനിക്കൽ ഓഡിറ്റിംഗ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ പോരായ്മകളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു നല്ല കമ്പയർ ചെയ്യാൻ പറ്റിയ സ്റ്റാൻഡേർഡ്, ക്രൈറ്റീരിയ, ഇൻഡിക്കേറ്റർ അതൊക്കെ ഫിക്സ് ചെയ്യുക. അതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേതായിരുന്നു നമ്മൾ പറഞ്ഞ ഡാറ്റ കളക്ഷൻ. ഡാറ്റ കളക്ട് ചെയ്യുക ഫോർ മേക്കിംഗ് ഓഡിറ്റ്. ക്ലിനിക്കൽ ഓഡിറ്റ് ഒക്കെ നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ വി ഷുഡ് കളക്ട് ദ ഡാറ്റ റിഗാർഡിംഗ് ദാറ്റ് ഓഡിറ്റ്. ഓഡിറ്റിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലിനിക്കൽ ഓഡിറ്റ് നടത്താനുള്ള ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ നമ്മൾ ഓഡിറ്റിംഗ് ചെയ്യാൻ പോണേ ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ചില ഡാറ്റാസ് ഷുഡ് ബി കളക്ടഡ്. അങ്ങനെ നമുക്ക് ഡാറ്റ ഏത് രീതിയിൽ കളക്ട് ചെയ്യാം? രണ്ട് രീതിയിലുള്ള ഡാറ്റ കളക്ഷൻ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. റെട്രോസ്പെക്റ്റീവ് മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷനും പ്രോസ്പെക്റ്റീവ് മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷനും. രണ്ടിനും എന്താ പറയാ രണ്ടിൻ്റെതായ അഡ്വാൻറ്റേജസും ഉണ്ട്. ഏത് രീതിയാണെങ്കിലും പക്ഷെ അതിൻ്റെതായ പോരായ്മകളും ചിലപ്പോൾ അതിലുണ്ടായിരിക്കാം. Retrospective method of data collection എന്ന് പറയുമ്പോൾ the data which is already collected and saved, അല്ലെ, സ്റ്റോർഡ്. എവിടെന്നെങ്കിലൊക്കെ ആരെങ്കിലുമൊക്കെ നേരത്തെ എന്താ പറയാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പഠിച്ചു, അല്ലെങ്കിൽ അത്തരം ഓഡിറ്റിംഗ് ഒക്കെ നടത്തിയോ, അല്ലെങ്കിൽ മറ്റ് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്തോ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പോയിട്ട് നമ്മൾ കളക്ട് ചെയ്യണം. ഓക്കെ, അവിടെ ഉണ്ട് ആ ഇൻഫോർമേഷൻ ഇന്ന സ്ഥലത്ത് ഉണ്ട്, അത് അവിടെ നിന്ന് പോയി കളക്ട് ചെയ്യുന്നു. അത് എന്ത് ചെയ്യുന്നു? അത് വെച്ചിട്ട് നമ്മൾ പഠനങ്ങൾ നടത്തി ഓഡിറ്റിംഗ് നടത്തുന്നു, കമ്പയർ ചെയ്യുന്നു. ഓൾ ദീസ് തിങ്സ് അങ്ങനെയാണ്. അതൊരു ഡാറ്റ കളക്ഷൻ. മറ്റേത് രണ്ടാമത് പറഞ്ഞത് പ്രോസ്പെക്റ്റീവ് മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ ആണ്. പ്രോസ്പെക്റ്റീവിന്റെ പ്രത്യേകത എന്താ? ഫ്യൂച്ചർ നീഡ്സിനെ നമ്മൾ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങളിൽ മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട്
ഒരു എന്താ പറയാ ഫ്രഷ് ഡാറ്റ കളക്ഷൻ ആണ് നടത്തുന്നത്. ഫ്രഷ് ആയിട്ട് എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് നേരത്തെ എവിടെയെങ്കിലും എടുത്തു വെച്ചിരിക്കുന്ന സോഴ്സിൽ നിന്നൊന്നും നമ്മൾ പോയി ഡാറ്റ കളക്ട് ചെയ്യുന്നില്ല. നമ്മൾ മാനുവലി പോയിട്ട് എന്താ പറയാ ഇൻഫർമേഷൻസ് വിച്ച് ഇസ് കളക്ടഡ് ഫ്രം ദ പേഷ്യന്റ് ആകാം, അല്ലെ, നേരിട്ട് പോയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി മനസ്സിലാക്കുന്നു. പക്ഷേ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെട്രോസ്പെക്റ്റീവ് ഡാറ്റയുടെ പ്രത്യേകത എന്താ? ഇറ്റ്സ് റെഡിലി അവൈലബിൾ. അപ്പൊ അതിന് വലിയ ടൈം കൺസ്യൂമിങ് ഇല്ല. അവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. എവിടെന്നെങ്കിലും സോഴ്സ് ചെയ്ത് പോയിട്ട് നമ്മളിവിടെ എടുത്താൽ മാത്രം മതി. നമുക്ക് എടുത്ത് കമ്പയർ ചെയ്ത് പഠിച്ച് നോക്കാം, അതിനെ ബേസ് ചെയ്ത് പഠിക്കാം. അതേസമയം പ്രോസ്പെക്റ്റീവ് എന്താ? നമ്മൾ തന്നെ പോയിട്ട് എന്ത് ചെയ്യാണ്? നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ അതിനെന്താ പ്രത്യേകത? അത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. പക്ഷെ ടൈം കൺസ്യൂമിംഗ് ആണ് എങ്കിലും ഇറ്റ്സ് ഒപ്റ്റിമൽ, അക്യുറേറ്റ്. എന്തായിരിക്കും? നമ്മൾ നേരിട്ട് പോയി കളക്ട് ചെയ്യല്ലേ, അപ്പൊ അതിനേതായ അതിന് അക്യുറസി ആ ഒരു ഡാറ്റയ്ക്ക് ഉണ്ടായിരിക്കും. സോ വട്ട് എവർ മേ ബി ദ ഓഡിറ്റ്, ഏത് രീതിയിലുള്ള ഓഡിറ്റ് ആണെങ്കിലും ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ അവൈലബിലിറ്റി ആൻഡ് നമ്മൾ എങ്ങനെയാണോ ആ ഒരു ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യേണ്ടത് എന്ന്, നമ്മൾ കളക്ട് ചെയ്യാൻ പോകുന്ന ഡാറ്റ എന്തിനെ സംബന്ധിക്കുന്നതാണ് എന്നതിനെ ബേസ് ചെയ്തിരിക്കും. പെട്ടെന്ന് വേണ്ടതാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. എന്താ കാണാൻ പറ്റാത്ത? നോട്ടാണോ അല്ലെങ്കിൽ എന്നെയാണോ? നോട്ട് കാണുന്നില്ലെന്നാണോ? ആരാത്? നീതു ആണോ ചോദിച്ചാൽ? എന്നെ കാണാൻ പറ്റില്ലേ? എന്താ? അപ്പൊ കാണാൻ പറ്റുന്നുണ്ട്. എല്ലാവർക്കും അല്ല. അപ്പൊ ഒന്ന് ലീവ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് കേറിയേ. സഹാര ഒന്നുകൂടി ലീവ് ചെയ്തിട്ട് ഒന്ന് ജോയിൻ ചെയ്യാട്ടോ. സൗണ്ട് ഒന്ന് വേണമെങ്കിൽ മ്യൂട്ട് ചെയ്തേക്കാം. ഈ നെറ്റ് ഇഷ്യൂസ് ഒക്കെ എല്ലായിടത്തും ഇപ്പൊ ഉണ്ട്. കാരണം മഴയൊക്കെ അല്ലേ. ഇപ്പൊ ഓക്കെ. ഞാൻ സൗണ്ട് ഓൺ ആക്കി വെച്ചിട്ടായിരിക്കും. ഓക്കെ. അപ്പൊ എന്താണ്? അപ്പൊ ഏത് മെത്തേഡ്, ഏത് ഡാറ്റയാണോ നമുക്ക് കളക്ട് ചെയ്യേണ്ടത്? പെട്ടെന്ന് വേണോ അല്ലെങ്കിൽ കുറച്ചും കൂടി താമസം എടുത്താലും കുഴപ്പമില്ല. സോ ഇറ്റ് വിൽ ബി ഡിപെൻഡഡ് ഓൺ ദാറ്റ്. അതാണ് അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. പെട്ടെന്ന് വേണ്ടതാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള സോഴ്സസ് ആയിട്ടുള്ള റെട്രോസ്പെക്റ്റീവ് മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷനെ ഡിപ്പെൻഡ് ചെയ്യണം. അതേസമയം കുറച്ച് സമയമുണ്ട്, നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ സമയമുണ്ട്. മാത്രമല്ല കുറച്ചും കൂടി അക്യുറസി വേണ്ട രീതിയിലുള്ള ഡാറ്റയാണ് എന്ന് ഉണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് മെത്തേഡ്, ദാറ്റ് ഈസ് പ്രോസ്പെക്റ്റീവ് മെത്തേഡ് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ടോപ്പിക്കാണ്, ടോപ്പിക് അല്ല ആ ഒരു പോർഷൻ. പിന്നെ ഇനി വാട്ട് എവർ മേ ബി ദ ഓഡിറ്റിന്റെ ഡാറ്റ കളക്ഷൻസ് എങ്ങനെയാണെങ്കിലും സം മേ പ്രിഫർ സം എന്താ പറയാ സാമ്പിളിംഗ് മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ. ഒരു സാമ്പിൾ പോലെ. സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പേഷ്യന്റ് നമുക്ക് ഇപ്പൊ ഒരു ഓഡിറ്റിംഗ് നടത്താനാണ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിന്റെ. If that department holds a large number of patients, അവിടെ പേഷ്യൻസിന്റെ എണ്ണം കൂടുതലാണ്. ചിലപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റില് ഇൻ പേഷ്യൻസ് ആയിട്ടോ OP-യിൽ വരുന്ന പേഷ്യൻസിന്റെ എണ്ണം കൂടുതലാണ്. അവരെ ചിലപ്പോ എക്സാമിൻ ചെയ്ത് പരിശോധിച്ചോ അവരെ കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് നമുക്ക് ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മളുടെ വിഷയം എന്ന് വിചാരിക്കാം. ഓഡിറ്റിങ്ങിന്റെ ഒരു എന്താ പറയാ വിഷയം, ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് പേഷ്യൻസിനെ സംബന്ധിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പേഷ്യൻസിനെ. ഇഫ് ദ നമ്പർ ഓഫ് പേഷ്യൻസ് ആർ ലാർജ് നമ്പർ ഓഫ് പേഷ്യൻസ് ആണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് പഠന വിധേയം ആക്കേണ്ടതെങ്കിൽ ഐ തിങ്ക് ഏതായിരിക്കും കുറച്ച് നല്ല മെത്തേഡ്? ഈ സാമ്പിളിംഗ് മെത്തേഡ് ഒക്കെ നല്ലതാണ്. സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എല്ലാ പേഷ്യൻസിനെയും നോക്കിയിട്ട് അവരുടെ ഫീഡ്ബാക്ക് നോക്കിയോ അല്ലെങ്കിൽ അവരുടെ ഡാറ്റാസ് കളക്ട് ചെയ്തോ ഒക്കെ നമുക്ക് ഓഡിറ്റിംഗ് വേണ്ടി എടുക്കാൻ പറ്റില്ല. അപ്പൊ ഒരു റാൻഡം ബേസിസിൽ, റാൻഡം ബേസിസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ആദ്യം കുറച്ച് 1-2 എണ്ണത്തിന്റെ ഒക്കെ എടുത്തു, പിന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത കുറച്ച് എണ്ണത്തിന്റെ എടുത്തു. അങ്ങനെ ആ ഒരു റാൻഡം ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പഠന വിധേയമാക്കാൻ പറ്റും. അപ്പൊ ഏത് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളത് ഇറ്റ്സ് based on the audit. ഓഡിറ്റ് എന്തിനെ കുറിച്ചാണോ അതിന്റെ ബേസിസിലായിരിക്കണം ഏത് മെത്തേഡ് സ്വീകരിച്ച് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു കൺസിഡർ ദ അവൈലബിലിറ്റി ഓഫ് ടൈം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സമയമുണ്ടോ, റിസോഴ്സസ് അവൈലബിൾ ആണോ ഓഡിറ്റിന് വേണ്ടിയിട്ടുള്ളത്, ആൻഡ് ഓൾസോ ദ പേഴ്സണൽസ്. ഈ ഓഡിറ്റിങ്ങിന് നമ്മുടെ ഒപ്പം നിൽക്കാൻ പറ്റിയ ജോലിക്കാരൻ. പേഴ്സണൽ വേർഡിന്റെ മീൻ സ്പെല്ലിംഗ് നോക്കണേ, PERSONNEL ആണ്. ആ പേഴ്സൺ എന്ന് ഉദ്ദേശിക്കുന്നത് ജോലിക്കാരാണ്, തൊഴിലാളികൾ. അപ്പൊ ഓഡിറ്റിന്റെ ടീമിനകത്ത് വരുന്ന ജോലിക്കാര്, ആ സ്റ്റാഫുകൾ, അവരുടെ അവൈലബിലിറ്റി ഇതുകൂടി നോക്കണം. അപ്പൊ ഇതിന്റെ ബേസിസിലാണ് വൺ ഷുഡ് മേക്ക് സം ഓഡിറ്റ് ഫോർ ഡാറ്റ കളക്ഷൻ. ഓഡിറ്റിന് വേണ്ടിയിട്ടുള്ള ഡാറ്റ കളക്ഷന് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇസ് ഇറ്റ് ക്ലിയർ? ആ ഒരു കുഞ്ഞു പാരഗ്രാഫ് മനസ്സിലായോ? മോർ ഓവർ എന്ന് വെച്ച് തുടങ്ങുന്ന പാരഗ്രാഫാണ് ഞാനിപ്പോ പറഞ്ഞത്. അവിടെ നിന്നാണ് എനിക്ക് പറഞ്ഞ് തുടങ്ങേണ്ടതെന്നാണ് എന്റെ ഒരു ഓർമ്മ. ശരിയാണോ?
യെസ്. അപ്പൊ ഇല്ലേ നമുക്കത് എന്തൊന്നും അണ്ടർലൈൻ ചെയ്തേ. ഇറ്റ് മേ ബി അപ്രോപ്രിയേറ്റ് ടു ക്യാരി ഔട്ട് എ സാമ്പിളിംഗ് പ്രിഫറബിളി യൂസിംഗ് റാൻഡമൈസ്ഡ് മെത്തേഡ്സ്. ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഇഫ് എ വെരി ലാർജ് നമ്പർ ഓഫ് പേഷ്യൻസ് ഈസ് ടു ബി എക്സാമിൻഡ്. അത് തുടങ്ങി അങ്ങോട്ട് ആ പേഴ്സണൽ പാരഗ്രാഫ് തീരുന്നിടത്ത് ഒരു ബ്രാക്കറ്റ് ഉണ്ട്, അവിടെ വരുമ്പോൾ അണ്ടർലൈൻ ചെയ്യാമോ? അതിനകത്ത് 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ എവിടെ എങ്ങാണ്ട് പൊളിഞ്ഞിരിക്കുന്നുണ്ട്, നിങ്ങൾ അതൊന്ന് വായിച്ച് പഠിക്കണം. അതിന് വേണ്ടിട്ട് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. മനസ്സിലായോ? അതായത് നമ്മൾ എടുക്കുന്ന ആ ഒരു എന്ത് കാര്യത്തെ കുറിച്ച് പഠിക്കുന്നു, ഏത് തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഓഡിറ്റിംഗ് നടത്തേണ്ടത്, അവിടുത്തെ ആ റിസോഴ്സസ് അവൈലബിലിറ്റി, അതിനുവേണ്ട സമയം, പിന്നെ അതിന് വേണ്ട ആൾക്കാരൊക്കെ ഉണ്ടോ, ജോലിക്കാരൊക്കെ ഉണ്ടോ, അവർ നമ്മളുടെ ടീമിൽ പ്രവർത്തിപ്പിക്കേണ്ട ആൾക്കാർ അവൈലബിൾ ആണോ? ചിലപ്പോൾ എല്ലായ്പ്പോഴും അവർക്കൊന്നും വരാൻ പറ്റില്ല. അവരവരുടെ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നഴ്സസ് ആയിരിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോ അവരെയൊന്നും ചിലപ്പോൾ നമുക്ക് കിട്ടില്ല ആ സമയത്ത്, ഓഡിറ്റിങ്ങിന്റെ സമയത്ത്. അപ്പൊ അവരുടെ അവൈലബിലിറ്റി എല്ലാം നോക്കണം. കൂടാതെ എന്ത് ടൈപ്പ് ഓഫ് ഒരു ലാർജ് നമ്പർ ഓഫ് ഗ്രൂപ്പിൽ നിന്ന് ഓഡിറ്റിംഗ് ചെയ്യാനുള്ളതാണ്, അവിടെ നിന്നാണ് ഡാറ്റ കളക്ട് ചെയ്യേണ്ടതെങ്കിൽ ഒരു റാൻഡം ബേസിസിൽ സാമ്പിൾ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? നമ്മള് പലപ്പോഴും പല സാമ്പിൾസ് ഉപയോഗിക്കുന്നവരാണ്. എവിടെയെങ്കിലുമൊക്കെ കടയിൽ ചെല്ലുമ്പോ, പച്ചക്കറി കടയിലൊക്കെ, പച്ചക്കറി കടയിലല്ല, എന്താ പറയാ, ഫ്രൂട്ട് ഷോപ്പിലൊക്കെ ചെല്ലുമല്ലേ, ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ പോകുമ്പോ നമ്മൾ എന്ത് ചെയ്യും, മുന്തിരിക്ക് ഭയങ്കര പുളിയാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടി അവര് നല്ല മുതിരാണെന്ന് പറഞ്ഞാൽ അവരൊക്കെ കൂടെ എടുത്ത് തരും. സാമ്പിൾ ആണത്. ഓക്കെ. ഇനി അതുപോലെ സാമ്പിൾ സാഷേഴ്സ് നമ്മൾ പലതും ഉപയോഗിക്കുന്നുണ്ട്. ചില പ്രോഡക്റ്റ് ഒക്കെ പുതിയതായിട്ട് ഇറക്കുമ്പോൾ സാമ്പിൾ സാഷെ പോലെ ചെറുത്ത അവര് ഷാംപൂസ്, അത് തന്നെ ഷാംപൂ ഉണ്ട്. പിന്നെ എന്താ പറയാ, നമ്മളുടെ കുട്ടികളൊക്കെ കൊടുക്കുന്ന എന്താ പറയാ സോസസ്, അതായത് സോസ് ഉണ്ട്, കോസ്മെറ്റിക് കാര്യങ്ങളുണ്ട്. ഒക്കെ സാഷെ പാക്കറ്റ് ഇറക്കും. എന്തിനു വേണ്ടിയിട്ടാ? അത് ഉപയോഗിച്ച് അവർക്ക് ആ ഒരു സംതൃപ്തി കസ്റ്റമർക്ക് കിട്ടി കഴിയുമ്പോൾ ബൈ ലാർജ് ബോട്ടിൽസ് ഓർ ലാർജ് പാക്കറ്റ്സ്. അതിന് വേണ്ടിയിട്ടാണ് വലിയ പാക്കറ്റ് ഒക്കെ വാങ്ങിക്കാനുള്ള ഒരു മോട്ടിവേഷൻ ആണ് ഈ ഒരു സാമ്പിൾ സൈസ് ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ സാമ്പിൾസ് ആണ് ഒരു ലാർജ് ഗ്രൂപ്പിൽ നിന്ന് അവിടെ നിന്നൊക്കെ ഇങ്ങനെ റാൻഡം പോലെ കുറച്ചു പേരെ എടുത്തിട്ട് അത് പഠന വിധേയമാക്കുന്നു. മനസ്സിലായോ? അതാണ് അങ്ങനെ ഒരു ഡാറ്റ കളക്ഷൻ ടൈപ്സ് ഒക്കെ ഉണ്ട്. ഇത് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഇല്ലാന്നല്ല, ചില സയൻസ് എടുത്തവർക്കൊക്കെ ചിലപ്പോൾ അതിനെ കുറിച്ച് വ്യക്തമായി കിട്ടില്ല. ഈ ഡിഗ്രിയില് ബികോം ഒക്കെ എടുത്തവർക്ക് എനിക്ക് തോന്നുന്നു അവർക്ക് പെട്ടെന്ന് കത്തിയിട്ടുണ്ടായിരിക്കും അല്ലേ? ഇല്ലേ? യെസ്, അതന്നെ. ഇനി ആൻഡ് ദ ഡാറ്റ കളക്റ്റഡ് മേ ബി ഓൾസോ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്. ഇനി നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ എങ്ങനെയായിരിക്കാം? ക്വാണ്ടിറ്റേറ്റീവ്. അതുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയും ഉണ്ട്, ക്വാളിറ്റേറ്റീവ് ഉണ്ട്. എന്താ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ? ഡാറ്റ വിച്ച് ഇസ് കളക്റ്റഡ് അക്കോർഡിംഗ് ടു ക്വാണ്ടിറ്റി, എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ. ഇപ്പൊ ഒരു എണ്ണം, ഇത്ര പേഷ്യൻസ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ തന്നെ ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിനെ കുറിച്ച് ചില ഇൻഫോർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്ത് ഓഡിറ്റിംഗ് നടത്തണം എന്ന് വിചാരിക്കാം. അപ്പൊ അതിനകത്ത് ആ പേഷ്യൻസിന്റെ എന്തെങ്കിലും ചിലപ്പോ ഇത്ര വയസ്സിന് ഇടയിൽ പ്രായമുള്ള എത്ര പേഷ്യൻസ് ഒന്നും കണ്ടോ. അപ്പൊ അവിടെ എണ്ണം നമുക്ക് എടുക്കാം. ഇനി മറ്റൊരു രീതിയിൽ അതാണ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ഒരു ക്വാണ്ടിറ്റി ബേസ് ചെയ്ത് നമുക്ക് എണ്ണം പോലെ, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മളിപ്പോ എണ്ണം, അതുപോലെ തന്നെ വെയിറ്റ്, ഹൈറ്റ്, ഇതൊക്കെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആണ്. വിച്ച് ക്യാൻ ബി മെഷർഡ് ഇൻ ടേംസ് ഓഫ് സം ക്വാണ്ടിറ്റീസ്. ക്വാണ്ടിറ്റിയുടെ ബേസിസിൽ അളക്കുന്നത് കൊണ്ടാണ് അതിന് അങ്ങനെ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് വരുന്നത്. അപ്പൊ എന്താ, ക്വാളിറ്റേറ്റീവും ഉണ്ട്. അതുപോലെ തന്നെ ഇന്ന രോഗം എന്നത് അത് മെഷർ ചെയ്യുന്നത് ക്വാണ്ടിറ്റിയുടെ അടിസ്ഥാനത്തിലല്ല, അല്ലെ? ഇന്ന രോഗമുള്ള പേഷ്യൻസ്, ഏതൊക്കെ രോഗങ്ങളാണ് അവിടെ വന്നേക്കണേ എന്ന് നമ്മൾ ചിന്തിക്കണം. എന്നല്ല, അവിടെ പേഷ്യൻസിന് ഏതൊക്കെ രോഗികളാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വന്നേക്കണേ. അപ്പൊ അതൊരു പേരായിട്ടാണ് നമ്മൾ പറയാം, അവിടെ ക്വാണ്ടിറ്റി അല്ല. മനസ്സിലായോ? അപ്പൊ ഈ രണ്ട് രീതിയിലുണ്ട്. ആൻഡ് ഓൾസോ ഇത് നമുക്ക് എങ്ങനെ നടത്താം, ഈ ക്വാണ്ടിറ്റേറ്റീവ് അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ഡാറ്റ കളക്ഷൻസ് എങ്ങനെ നടത്താം? ഇറ്റ് ക്യാൻ ബി ഡൺ ത്രൂ ഇന്റർവ്യൂസ്, ക്വസ്റ്റ്യനയേഴ്സ്, കമന്റ്സ്, അല്ലെ? അതായത് നമുക്ക് വേണമെങ്കിൽ ഇന്റർവ്യൂ നടത്തി ഡാറ്റ കളക്ട് ചെയ്യാം. അതുപോലെ തന്നെ ക്വസ്റ്റ്യനയർ എന്താ, ഒരു കുറെ ചോദ്യങ്ങളൊക്കെ ചേർത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ട് അത് അവരോട് ആൻസർ ചെയ്യാൻ പറയാം. പേഷ്യൻസിനാണെങ്കിൽ പേഷ്യൻസിനോട് ആൻസർ ചെയ്യാം, പേഷ്യൻസിന്റെ റിലേറ്റീവ്സ് ആണെങ്കിൽ അവരോട് ആൻസർ ചെയ്യാൻ പറയാം. അപ്പൊ ആ ഒരു രീതി, അങ്ങനെ ചില ഹോസ്പിറ്റൽസിലൊക്കെ ഇന്ന് നമ്മൾ ചെല്ലുമ്പോൾ ഫ്രണ്ട് ഓഫീസിൽ തന്നെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനയർ വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മളുടെ ഡീറ്റെയിൽസ് കൊടുക്കാനും മറ്റുമൊക്കെ, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ നമ്മളെ കുറിച്ച് അറിയാം.
അപ്പൊ ആ ഒരു ഇൻഫർമേഷൻസ് അതിനകത്ത് റെക്കോർഡ് വരുമ്പോ അവരത് സിസ്റ്റത്തിൽ അതിന്റെ അവരുടെ ആവശ്യമുള്ള ഇൻഫർമേഷൻസ് അവർക്ക് അത് സേവ് ചെയ്യണം. ആ പർട്ടിക്കുലർ പേഷ്യന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യനൈസ് ആയിട്ട് അതുപോലെ തന്നെ കമന്റുകളായിട്ട് അല്ലെ, അവരുടെ കമന്റുകളായിട്ട് രേഖപ്പെടുത്തി ഒരു ബുക്ക് പോലെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ അവിടെ ആയിരിക്കും, അതായിരിക്കും ആ കമന്റിനകത്തായിരിക്കും രേഖപ്പെടുത്താം. അപ്പൊ ഓൾ ദീസ് മെത്തേഡ്സ് ആർ ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ഡാറ്റ കളക്ഷൻ. ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് ഈ രീതിയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഏതാ, മെഡിക്കൽ റെക്കോർഡ്സ്. ഹോസ്പിറ്റൽസിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു ഡാറ്റ കളക്ഷൻ രീതിയാണ്. അവിടെ തന്നെ ഹോസ്പിറ്റലിൽ ആ പേഷ്യൻസിനെ സംബന്ധിക്കുന്ന മെഡിക്കൽ റെക്കോർഡ് ഉണ്ടായിരിക്കും ഇല്ലേ. പിന്നെ ഇൻസ്ട്രുമെന്റ് ഇവാലുവേഷൻസ്, അവരുടെ ഇൻസ്ട്രുമെന്റ്സ്, പേഷ്യൻസിന്റേതായ ചില കാര്യങ്ങൾ, ഉപകരണങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അത് ഏത് രീതിയിലും ഡാറ്റ ക്യാൻ ബി കളക്റ്റഡ്. ഓക്കെ, അപ്പൊ ഡാറ്റ കളക്ട് ചെയ്യാൻ ഒരുപാട് സോഴ്സുകളുണ്ട്, ഒരുപാട് ഉറവിടങ്ങളുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെയിൻ സോഴ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത് മെഡിക്കൽ റെക്കോർഡ് തന്നെയാണ്. ഹോസ്പിറ്റൽസിലെ രോഗികളുടെ മെഡിക്കൽ റെക്കോർഡുകൾ ഉണ്ടെങ്കിൽ അത് തന്നെയാണ് മെയിൻ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻസ് വിച്ച് ക്യാൻ ബി കളക്റ്റഡ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡാറ്റ കളക്ഷൻ രീതി അത് തന്നെയാണ്. പക്ഷേ ഈ ഒരു മെഡിക്കൽ റെക്കോർഡിന്റെ പ്രത്യേകത ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഓൾവേസ് ഇൻകംപ്ലീറ്റ്. കംപ്ലീറ്റഡ് ആയിട്ടില്ല. കാരണം ഇപ്പൊ ഒരു പേഷ്യന്റ് അവിടെ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, ആളുടെ മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ആള് ഡിസ്ചാർജ് ചെയ്ത് പോയി ചിലപ്പോൾ ഒരു അതിനൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ ആ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്ത് മാറ്റി വെക്കുക. അപ്പൊ അത് ഇൻകംപ്ലീറ്റ് ആയിരിക്കും പലപ്പോഴും. അതുകൊണ്ട് തന്നെ അഡക്വേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ചിലപ്പോൾ അതിൽ നിന്ന് കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് മെയിൻ ആയിട്ടുള്ള ഇൻഫർമേഷൻ മെഡിക്കൽ റെക്കോർഡ്സ് തന്നെയാണ്. പക്ഷെ മേ ബി ഓഫൺ ഇറ്റ് വിൽ ബി ഇൻകംപ്ലീറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ഡാറ്റ കളക്ട് ചെയ്യുന്ന കാര്യത്തിൽ അഡക്വേറ്റ് ഉള്ള ഇൻഫർമേഷൻസ് കിട്ടില്ല. സോ ഏത് സോഴ്സസിൽ നിന്ന് വേണമെങ്കിലും എന്ത് ചെയ്യാം, അവർക്ക് മെഡിക്കൽ ഡാറ്റാസ് കളക്ട് ചെയ്യാൻ കിട്ടും. പക്ഷെ while we are collecting data from the medical records, നമ്മുടെ പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡുകളിൽ നിന്ന് അല്ലെങ്കിൽ പേഷ്യൻസിനെ നേരിട്ട് പോയിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ one thing should be remembered is that patient privacy is to be protected. തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. പേഷ്യൻസിന്റെ അടുത്ത് പോയി ഡാറ്റ കളക്ട് ചെയ്യുകയോ മെഡിക്കൽ റെക്കോർഡ്സിൽ നിന്ന് ഇന്ന പേഷ്യൻസിനെ കുറിച്ചുള്ള ഡാറ്റ കളക്ട് ചെയ്യുകയോ ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ നിർബന്ധമായും ഓർത്തിരിക്കേണ്ടത് ഏതാണെന്ന് അറിയാമോ? ഓഡിറ്റ് ചെയ്യുന്ന ടീമോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ, കളക്ട് ചെയ്യുന്ന ആൾക്കാര് ആ ഒരു പേഷ്യന്റിന്റെ പ്രൈവസി, ആളുടെ പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് എന്താ പറയാ നിർബന്ധിതരാണ്. അവരത് ചെയ്യണം. ദാറ്റ് മീൻസ് വെറുതെ ആവശ്യമില്ലാത്ത ആ ഇൻഫർമേഷൻസ് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുകയോ അതിന്റെ റീസൺസ് ഒക്കെ മറ്റുള്ളവരുമായിട്ട് ആ ഡാറ്റ കളക്ട് അങ്ങനെയൊക്കെ ഒഴിവാക്കണം. മനസ്സിലായോ? അപ്പൊ ആ പേഷ്യൻസിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇത്തരം ഡാറ്റാസ് കളക്ട് ചെയ്യുമ്പോൾ it is to be noted that the patient privacy is to be protected എന്നുള്ള കാര്യം മറക്കണ്ട. അതാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ. മനസ്സിലായോ? നോക്കിയേ, ആ ഒരു പാരഗ്രാഫ് ഫുൾ ഒന്ന് വേഗം വായിച്ചു നോക്കുക. എന്നിട്ട് ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറയാം. അപ്പൊ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം പെട്ടെന്ന്. വായിച്ചു കഴിയുമ്പോൾ പറയണേ. കഴിഞ്ഞോ? യെസ്, ഇനി അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഒന്നാമത്തെ സെന്റൻസ്, ഡാറ്റ കളക്ടഡ് ക്യാൻ ബി ഐദർ ക്വാളിറ്റേറ്റീവ് or quantitative, such as interviews, questionnaires or comments, and data sources which can be included in medical records, results of biochemical, instrumental valuations,
അതൊന്നും വേണ്ട, നമുക്ക് ഇവിടെ വരെ മതി. ഡാറ്റ സോഴ്സസ് വരെ മതി കേട്ടോ. മതി. The data collected data can be either quantitative or qualitative, such as interviews, questionnaires or comments and data sources. പല ഡാറ്റ സോഴ്സുകള്, കമന്റുകള്, ക്വസ്റ്റ്യനറുകള്, ഇന്റർവ്യൂസ് എന്നിവയുടെ കളക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റാസ് എന്തൊക്കെയാവാം? ക്വാളിറ്റേറ്റീവും ആകാം, ക്വാണ്ടിറ്റേറ്റീവും ആകാം എന്നാണ് സെന്റൻസിന്റെ മീനിങ്. ഇനി അടുത്തത്, ദ മെഡിക്കൽ റെക്കോർഡ് ഈസ്, നാലാമത്തെ വരിയും കിടക്കുന്നുണ്ട്. മെഡിക്കൽ റെക്കോർഡ് ഈസ് certainly the main source of information, but it is often incomplete. അവിടെ വരെ ആ ഒറ്റ സെന്റൻസ് മാത്രം. അടുത്തത് ഒരു സെന്റൻസ് കൂടി ഉണ്ട്, രണ്ടെണ്ണം അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ. തേർഡ് സെന്റൻസ് ആണ്, ഫൈനലി ഇറ്റ് ഈസ് വർത്ത് പോയിന്റിംഗ് ഔട്ട്. ആ ഫൈനലി വേണമെന്നില്ല, ഇറ്റ് ഈസ് വർത്ത് പോയിന്റിംഗ് ഔട്ട് ദാറ്റ് ഇൻ എവറി മൊമെന്റ് ഓഫ് ഡാറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ് പേഷ്യന്റ് പ്രൈവസി മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ്. അത് ആ സെന്റൻസ് അവിടെ വരെ, പ്രൊട്ടക്റ്റഡ് വരെ മതി. ചെയ്തല്ലോ. ഓക്കെ. ഇനി പറയുന്ന ചില ഭാഗത്തൊക്കെ കുറെ ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ കുറെ എക്സ്പ്ലനേഷൻസ് വീണ്ടും വീണ്ടും പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അങ്ങനെയൊക്കെ തോന്നും. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു സെന്റൻസ് നിങ്ങളോട് അണ്ടർലൈൻ ചെയ്യാനായിട്ട് പറയുന്നത്. അത് തോന്നിയില്ലേ? ഓക്കെ, അതുകൊണ്ടാണ്. യെസ്. ദെൻ അടുത്തത് എന്താ? അപ്പൊ നമ്മൾ നാലാമത്തെ സ്റ്റെപ്പാണ്. അപ്പൊ മൂന്നാമത്തേതായിരുന്നു ഡാറ്റ കളക്ഷൻ, ഒന്നാമത്തേത് പ്രിപ്പയറിംഗ് ഫോർ ദ ഓഡിറ്റ്. ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് പ്രിൻസിപ്പിൾ ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റില് ഒന്നാമത്തേത് പ്രിപ്പയറിംഗ് ഫോർ ദ ഓഡിറ്റ്, ഓഡിറ്റിന് വേണ്ടി തയ്യാറാക്കുക. രണ്ട് ഏതായിരുന്നു? സെലക്ഷൻ ഓഫ് ഇൻഡിക്കേറ്റേഴ്സ്, ക്രൈറ്റീരിയ ആൻഡ് സ്റ്റാൻഡേർഡ്. ഇത് മൂന്നും ഫിക്സ് ചെയ്യാം, അത് സെലക്ട് ചെയ്യാം. മൂന്നാമത്തേതായിരുന്നു ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. അത് റെട്രോസ്പെക്റ്റീവ് ഉണ്ട്, പ്രോസ്പെക്റ്റീവ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട്, ക്വാളിറ്റേറ്റീവ് ഉണ്ട്. ഇന്റർവ്യൂയിലൂടെ നടത്താം, അതുപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡുകളിൽ നിന്ന് ഡാറ്റാസ് കളക്ട് ചെയ്യാം, അതൊക്കെ ക്വസ്റ്റ്യനയർ വഴിയൊക്കെ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കേട്ടോ. അത്രയൊക്കെ മതി ആവശ്യമുള്ളൂ. അടുത്ത സ്റ്റെപ്പ് 4 ആണ് കമ്പാരിസൺ ഓഫ് കളക്ടഡ് ഡാറ്റ വിത്ത് ദ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് കറക്റ്റീവ് ആക്ഷൻസ്. ഇനി എന്താണ് നാലാമത്തെ സ്റ്റെപ്പിൽ? നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഡാറ്റ ഒക്കെ കളക്ട് ചെയ്തു. ഈ ഡാറ്റ കളക്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ആ കളക്ട് ചെയ്ത ഡാറ്റയും ഇപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഹോസ്പിറ്റലിലെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിനെ ഓഡിറ്റ് ചെയ്യാൻ പോകണം നമ്മൾ. ഇപ്പൊ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, അവിടുത്തെ കാര്യങ്ങളാണ് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ഡിപ്പാർട്ട്മെന്റിലെ പേഷ്യൻസിനെ സംബന്ധിക്കുന്ന കുറെ ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്തു, ഏതെങ്കിലും വിധത്തിൽ കളക്ട് ചെയ്തു എന്ന് വിചാരിക്കാം. ഒന്നില്ലെങ്കിൽ അവിടെയുള്ള റെക്കോർഡ്സ് എന്നായിരിക്കാം, അല്ലെങ്കിൽ പേഷ്യൻസിനെ നേരിട്ട് പോയിട്ട് ഇന്റർവ്യൂ ചെയ്തോ ക്വസ്റ്റ്യനറിലൂടെയോ ഒക്കെ മനസ്സിലാക്കി എന്തായാലും ഡാറ്റ കളക്ട് ചെയ്തു. അതാണ് നമ്മൾ തേർഡ് സ്റ്റെപ്പിൽ എടുത്തത്. ആ കളക്ട് ചെയ്ത ഡാറ്റ ഷുഡ് ബി കമ്പയർ. നമ്മൾ എന്ത് ചെയ്യണം? ആ ഡാറ്റ ഒന്ന് കമ്പയർ ചെയ്യണം അക്കോർഡിംഗ് ടു ദ സ്റ്റാൻഡേർഡ്. എന്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇന്ന ഡിപ്പാർട്ട്മെന്റില് ഇത്രയും പെർസെന്റേജ് ഓഫ് റിസൾട്ട് കിട്ടാൻ ആഗ്രഹിക്കുന്നു, പേഷ്യൻസ് ഏത് രീതിയിലും സാറ്റിസ്ഫൈഡ് ആണ്, അവർക്ക് കൊടുക്കുന്ന ചികിത്സ ക്വാളിറ്റി ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മരുന്നിന്റെ കാര്യത്തിലായിക്കോട്ടെ, എന്താ പറയാ അവിടുത്തെ സ്റ്റാഫിന് പേഷ്യൻസിനോടുള്ള എന്താ പറയാ അവരുടെ ഡീലിങ്സ് ആയിക്കോട്ടെ, എല്ലാ രീതിയിലും ഇത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സാറ്റിസ്ഫാക്ഷൻ. പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ഒരു 95% നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ ഡാറ്റയൊക്കെ കളക്ട് ചെയ്ത് നോക്കുന്നു. പേഷ്യൻസിന്റെ കമന്റുകളിൽ നിന്നോ അവരുടെ ക്വസ്റ്റ്യനറിൽ നിന്നും എടുത്ത ഇൻഫർമേഷൻസിൽ നിന്നോ നമ്മൾ കളക്ട് ചെയ്യുന്നു. അപ്പൊ നമ്മൾ കളക്ട് ചെയ്തപ്പോ നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സ്റ്റാൻഡേർഡുമായിട്ട് ഒത്തു നോക്കുന്നു. ഇപ്പൊ 95% ആണ് വെച്ചേക്കണേ ടാർഗറ്റ്, സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തേക്കണേ. പക്ഷെ നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റാസ് ഒക്കെ വെച്ച് നോക്കി അനലൈസ് ഒക്കെ ചെയ്തു. എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്യാം. ടീം പ്രൊഫഷണൽസ്, അതിനകത്ത് ആ ടീമിലുള്ള ആളുകൾ അതിനെ കുറിച്ചിട്ടുള്ള എന്താ പറയാ അനാലിസിസ് ഒക്കെ നടത്തുന്നു. അതിനുശേഷം കമ്പയർ ഇറ്റ് വിത്ത് ദ പ്രീസെറ്റ് സ്റ്റാൻഡേർഡ്സ്. നേരത്തെ നമ്മൾ വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പൊ നോക്കി 95% ആണ് നമ്മൾ റിസൾട്ട് കിട്ടണമെന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് സ്റ്റാൻഡേർഡ് വെച്ചിരിക്കുന്നത്. പക്ഷേ വി ഹാവ് അറ്റൈൻഡ് ഓൺലി 80% റിസൾട്ട്. നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള അത്രയും സാറ്റിസ്ഫാക്ഷൻ ആ പേഷ്യൻസിന്റെ ഭാഗത്തൊന്നും ഇല്ല. അല്ലെങ്കിൽ അവർ തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് അനുസരിച്ച് നമ്മൾ ഒരു 80% എത്തിയിട്ടുള്ളൂ കേട്ടോ. അതാണ് കമ്പയർ ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു സ്റ്റേജ് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ കമ്പാരിസണിലൂടെയാണ് വി ഹാവ് ടു ഡിസൈഡ് ദാറ്റ് വെദർ വി ഹാവ് ടു മേക്ക് സം കറക്ഷൻസ് അല്ലെങ്കിൽ ഇന്നോവേഷൻസ്, എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരുന്നോ, കറക്ഷൻസ് നടത്തണോ, പുതിയ ഏതെങ്കിലും രീതി കൊണ്ടുവരുന്നോ
എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. അതാണ് പറഞ്ഞേക്കണേ ഡെവലപ്മെന്റ് ഓഫ് കറക്റ്റീവ് ആക്ഷൻസ്. അപ്പൊ എന്തെങ്കിലും കറക്ഷൻസ് പോരായ്മ ഒന്നു 95% നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തു. പക്ഷേ വി ഹാവ് ഗോട്ട് ഓൺലി 80% റിസൾട്ട്സ് ഫ്രം ദ പേഷ്യൻസ്. പേഷ്യൻസിൽ നിന്ന് കിട്ടിയത് ഒരു 80% റിസൾട്ട് മാത്രമാണ്. ദാറ്റ് മീൻസ് ദർ ഇസ് എ ഗ്യാപ്പ്. 15% ഒരു കുറവ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. കൂടുതലാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. കറക്റ്റീവ് ആക്ഷൻസ് ഒന്നും എടുക്കണ്ട, ഉദ്ദേശിച്ചതിനേക്കാൾ കുറച്ച് നല്ല രീതിയിൽ ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ല ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയേക്കണേ എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാമായിരുന്നു. പക്ഷേ റിസൾട്ട് കമ്പയർ ചെയ്തപ്പോ ഇറ്റ്സ് കമ്പാരിറ്റീവ്ലി ഭയങ്കര ലെസ് ആണ്. 95% നിന്ന് 80% എന്ന് പറയുമ്പോൾ ഭയങ്കര കുറവ് തന്നെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റീവ് മെഷേഴ്സ്. അത്തരം ആ ഡിപ്പാർട്ട്മെന്റിൽ എന്ത് പോരായ്മയുള്ളേ അതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുക്കണം. സ്റ്റാഫിന് പേഷ്യൻസിനോടുള്ള പെരുമാറ്റത്തിലാണോ, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന മെഡിസിൻസിൽ അവർക്ക് വല്ല എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ, ഇതൊക്കെ നമ്മൾ പഠിക്കും. അതിനുവേണ്ടിയുള്ള കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുന്നു. അതാണ് ഈ പറഞ്ഞേക്കണേ 4ാമത്തെ പോയിന്റിൽ. അത്രേ ഉള്ളൂ. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? അത് അത്രയുള്ളത്. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മളുടെ ക്ലിനിക്കൽ ഓഡിറ്റിങ്ങിന്റെ ആ സ്റ്റെപ്സിൽ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് സെൻട്രൽ കേന്ദ്രീയമായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഈ പറയുന്നത് കമ്പാരിസൺ ഓഫ് ദ ഡാറ്റ കളക്ടഡ് ആൻഡ് വിത്ത് ദ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ്. അപ്പൊ ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ദിസ് ഈസ് ദ എന്ന് പറഞ്ഞാൽ ഇത് ആ പറഞ്ഞിരിക്കുന്നത് കമ്പാരിസൺ ഓഫ് കളക്ടഡ് ഡാറ്റ വിത്ത് ദ സ്റ്റാൻഡേർഡ്സ് എന്നുള്ളത്. ആ ഫേസ് സെൻട്രൽ ഫേസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് ആണ്. ദിസ് ഈസ് ദ സെൻട്രൽ ഫേസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. In this phase, the team of professionals interested audit analysis data and compares with them with the preset standards. Avada vare preset standards vare. Okay, then അപ്പൊ നമ്മൾ ഇങ്ങനെ പറഞ്ഞല്ലോ, സ്റ്റാൻഡേർഡിനുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കണക്റ്റഡ് ഡാറ്റയിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നു. അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കണ്ടെത്തിയ ഒരു കാര്യമാണ് എന്ന് അസ്യൂം ചെയ്യുക, നമ്മൾ ഉദ്ദേശിച്ച സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അപ്പൊ ഒരു ക്ലിനിക്കൽ ഓഡിറ്റ് നമ്മൾ നടത്തി കഴിഞ്ഞപ്പോൾ അത് എത്രത്തോളം ഇഫക്റ്റീവായി, അല്ലെങ്കിൽ ഒരു ഇഫക്റ്റീവ് ക്ലിനിക്കൽ ഓഡിറ്റിന് അത് നമ്മൾ കിട്ടിയ റിസൾട്ടുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കി. അപ്പൊ നമ്മൾ ആ കിട്ടിയ റിസൾട്ടുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ ആ ഒരു പോരായ്മകളൊക്കെ നമ്മൾ കണ്ടെത്തി. അപ്പൊ ക്ലിനിക്കൽ ഓഡിറ്റ് എന്താ പറയാ, ഒരു നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള ഓഡിറ്റ് ആക്കാൻ തടസ്സം നിൽക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഫാക്ടേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ക്ലിനിക്കൽ ഓഡിറ്റിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ എന്ന് വെച്ചാൽ എന്താ, അതിനെ അനുകൂലിക്കാനായിട്ട് ഉള്ള ഫാക്ടേഴ്സ്. അങ്ങനെ 2 കാര്യങ്ങൾ നമുക്കിനി പഠിക്കാനുണ്ട്. ഫെസിലിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റും അതുപോലെ തന്നെ ഒബ്സ്റ്റക്കിൾസ് ഓർ ബാരിയേഴ്സ് ഫോർ ഇഫക്റ്റീവ് ക്ലിനിക്കൽ ഓഡിറ്റ്. ക്ലിനിക്കൽ ഓഡിറ്റ് കുറച്ച് അതിന്റെ ഇഫക്റ്റീവ്നെസ്സിന്, അത് എത്രത്തോളം കാര്യക്ഷമമായ ഒരു ഓഡിറ്റ് ആണ് എന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തടസ്സങ്ങളും അതുപോലെ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്ത ഫാക്ടേഴ്സ്, അനുകൂലിക്കുന്നതും പ്രതികൂലിക്കുന്നതുമായിട്ടുള്ള ഘടകങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ക്ലിനിക്കൽ ഓഡിറ്റ് നല്ല രീതിയിൽ നടത്താൻ ഉണ്ടാകുന്ന തടസ്സമുണ്ട്, അതിനെ അനുകൂലിക്കുന്ന ചില ഫാക്ടേഴ്സും ഉണ്ട്. അതെന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അത് പറയുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. ഫെസിലിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ് എന്തൊക്കെയാ? ഒരു നല്ല ക്ലിനിക്കൽ ഓഡിറ്റ് നടത്താൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഘടകങ്ങൾ എന്തൊക്കെയാ? ഒന്ന്, ക്ലാരിറ്റി ഓഫ് ഡിസൈൻ ആൻഡ് ഡാറ്റ കളക്ഷൻ. നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ഡിസൈനിങ്, എങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നല്ല ഡിസൈൻ ഉണ്ടായിരിക്കണം. കൂടാതെ അത് ഡാറ്റ കളക്ട് ചെയ്യുകയും ചെയ്യണം. നല്ല കൃത്യമായ രീതിയിലുള്ള ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിസൈൻ തയ്യാറാക്കുക. അതിന്റെ ക്ലാരിറ്റി, അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു നല്ല ഒരു ഫാക്ടർ ഫോർ ഇഫക്റ്റീവ് ക്ലിനിക്കൽ ഓഡിറ്റ്. നല്ലൊരു ക്ലിനിക്കൽ ഓഡിറ്റ് നടത്താൻ വേണ്ട 1ാമത്തെ ഘടകമാണ് ഇത്, ക്ലാരിറ്റി ഓഫ് ഡിസൈൻ ആൻഡ് ഡാറ്റ കളക്ഷൻ. ഡാറ്റ എങ്ങനെ കളക്ട് ചെയ്യും അതിനെ കുറിച്ചുള്ള ക്ലാരിറ്റി. 2ാമത്തേത് അത് തന്നെ പറയാണ്, എല്ലാം ഫേവറബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് ആദ്യം പറയുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് അതിന്റെ ഒബ്സ്റ്റക്കിൾസ് പറയാം. ഓക്കെ, ഗുഡ് പ്ലാനിങ്, നല്ലൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. ക്ലിനിക്കൽ ഓഡിറ്റ് നടത്താൻ പോകുന്നതിന് മുമ്പ് തന്നെ പ്ലാൻ, നേരത്തെ കൂട്ടിയിട്ട് നല്ല പ്ലാനിങ് നടത്തണം. ഓടിച്ചാടി പഠിച്ചിട്ട് പ്ലാനിങ് ഒന്നും നടത്തിയിട്ട് കാര്യമില്ല. ചിലപ്പോൾ 2-3 ദിവസം എടുക്കും, ടീമുകൾ കുറച്ച് അധികം നേരമൊക്കെ ഇരിക്കേണ്ടി വരും പ്ലാനിങ്ങിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഗുഡ് പ്ലാനിങ് ഉണ്ടായിരിക്കണം. ഗുഡ് പ്ലാനിങ് ഉള്ള എന്ത് കാര്യവും നമുക്ക് നല്ല രീതിയിൽ വിജയകരമായി അവസാനിപ്പിക്കാൻ പറ്റും, അല്ലെ? അങ്ങനെയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, സ്വാഭാവികമായിട്ട് നാച്ചുറലി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നല്ല രീതിയിൽ പ്ലാൻ ചെയ്താൽ, പ്ലാനിങ് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും
അത് നല്ലൊരു സക്സസ് ആയിട്ട് നമുക്ക് അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പ്ലാനിങ് പൊളിയുമ്പോഴാണ് എന്ത് വെച്ചാൽ എല്ലാം പാളിപ്പോകുന്നത്. അപ്പൊ പ്ലാനിങ് അതാണ് അടിത്തറ. അവിടെ നമ്മൾ ബേസ്മെന്റ് കറക്റ്റ് ആയാലല്ലേ മുകളിലേക്കുള്ള പണി ശരിയായി ചെയ്യാൻ പറ്റുള്ളൂ. ബേസ്മെന്റ് കുളമാണെങ്കിൽ ബേസ്മെന്റ് നമ്മൾ നല്ല ഉറപ്പുള്ളതാക്കിയില്ലെങ്കിൽ എന്ത് പറ്റും? പെട്ടെന്ന് ഒരുപാട് എന്താ പറയാ അഡ്വേഴ്സ് എഫക്റ്റുകളൊക്കെ വന്ന് നമ്മൾ ഇങ്ങനെ ഇടിക്കും, അപ്പൊ തകർന്നു വീഴും. അതുകൊണ്ട് ബേസ് കറക്റ്റ് ആയിട്ട് ബേസ്മെന്റ് എല്ലാത്തിനും അങ്ങനെ തന്നെയാണ്. ഏതൊരു പർട്ടിക്കുലർ കാര്യം എടുത്താലും അതിന്റെ ബേസിക് ആണ് കറക്റ്റ് ആവണ്ടേ. അപ്പൊ ഒരു ഗുഡ് ക്വാളിറ്റി ആയിട്ടുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ ഓഡിറ്റിന് ഒരു ഗുഡ് പ്ലാനിങ് ഉണ്ടായിരിക്കണം. പിന്നെന്ത് വേണം? ഓർഗനൈസേഷന്റെ സപ്പോർട്ട് വേണം. ഹോസ്പിറ്റൽസിന്റെ പല ഡിപ്പാർട്ട്മെന്റുകളും ഓഡിറ്റ് ചെയ്യണമെങ്കിൽ അത് ഹോസ്പിറ്റലിന് കൂടി വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കി ഓർഗനൈസേഷൻ അതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യണം. മനസ്സിലായി? ഹോസ്പിറ്റലിൽ സപ്പോർട്ട് ചെയ്യണം. ഓർഗനൈസേഷന്റെ സപ്പോർട്ട് മറ്റൊരു അനുകൂലിക്കുന്ന ഫാക്ടറാണ്. പിന്നെ എന്തുണ്ടാവണം? ഡെഡിക്കേറ്റഡ് സ്റ്റാഫ് ഉണ്ടായിരിക്കണം. ഓഡിറ്റിംഗ് നടത്തുമ്പോൾ ഓഡിറ്റിങ്ങിന് പോകുന്ന സ്റ്റാഫുകൾ വളരെ ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. ഇത് നമ്മുടെ ആവശ്യമാണ്. എന്ത് പോരായ്മ ഉണ്ടെന്ന് കണ്ടെത്തേണ്ടത് അല്ലെ? അപ്പൊ ഓഡിറ്റിംഗ് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുമ്പോൾ ആ ഡിപ്പാർട്ട്മെന്റുകളുടെ നല്ലതും ചീത്തയുമായ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അന്വേഷിക്കണം. അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫ് ഉണ്ടായിരിക്കണം. അതും എല്ലാവർക്കും എന്ത് ജോലിക്കും അങ്ങനെ തന്നെ ഡെഡിക്കേറ്റഡ് സ്റ്റാഫ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ പറ്റും. കളക്റ്റീവ് അനാലിസിസ് ഓഫ് ദ റിസൾട്ട്. ഇനി അതിന്റെ റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ എന്താണ് നമ്മൾ ഓഡിറ്റിംഗ് നടത്തി അതിന്റെ റിസൾട്ട് കളക്റ്റീവ് ആയിട്ട് അനലൈസ് ചെയ്യണം. എല്ലാവരും കൂടി ചേർന്നിട്ട്. അല്ലാണ്ട് ഇതൊക്കെ കളക്ട് ചെയ്ത് ഞങ്ങൾ സമ്മതിച്ചു, ഇനി ഞങ്ങളുടെ വഴിക്കോട്ടെ, നിങ്ങളായി നിങ്ങളുടെ പാടായി, ബാക്കിയുള്ളവരും ബാക്കി അനാലിസിസ് ഒക്കെ ചെയ്തു. മനോഭാവം അവരുത്. കളക്റ്റീവ് അനാലിസിസ് ആണ്. എല്ലാവരും കൂടി അനലൈസ് ചെയ്യണം. എന്നിട്ടാണ് അതിന് തീരുമാനങ്ങളിലേക്ക് പോകുന്നത്. അപ്പൊ ദീസ് ആർ ദ ഫെസിലിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ് ഫോർ ആൻ ഇഫക്റ്റീവ് ക്ലിനിക്കൽ ഓഡിറ്റ്. നല്ല ക്ലിനിക്കൽ ഓഡിറ്റിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഡാറ്റ ഡിസൈൻ കളക്ട് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് ഡിസൈൻ ചെയ്യുക. ക്ലാരിറ്റി ഓഫ് ഡിസൈൻ ആൻഡ് ഡാറ്റ കളക്ഷൻ, ഗുഡ് പ്ലാനിങ്, ഓർഗനൈസേഷൻ സപ്പോർട്ട് ഉണ്ടായിരിക്കണം, പിന്നെ ഡെഡിക്കേറ്റഡ് സ്റ്റാഫ് ഉണ്ടായിരിക്കണം, കളക്റ്റീവ് അനാലിസിസ് ഓഫ് ദ റിസൾട്ട് ഇതും നടക്കണം. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഇതിന് തടസ്സം നിൽക്കുന്നത്? ക്ലിനിക്കൽ ഓഡിറ്റ് നല്ല രീതിയിൽ നടത്താൻ തടസ്സമായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നോട്ട് ക്ലിയർ ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്ലാനിങ്. എന്തിനാ ഓഡിറ്റിംഗ് നടത്തുന്നത്? അതിന് വേണ്ടിയിട്ട് ഒരു കൃത്യമായ ഒബ്ജക്റ്റീവ് എന്തിനാണെന്ന് അറിയാൻ പാടില്ല. അതറിയാം. ക്ലിയർ ആയിട്ടൊരു ഒബ്ജക്റ്റീവും ഇല്ല, ക്ലിയർ ആയിട്ടൊരു പ്ലാനിങ്ങും ഇല്ല. എന്താ ഉദ്ദേശം? ഈ ഓഡിറ്റിംഗ് നടത്തുന്നത് കൊണ്ട് വാട്ട് ഈസ് ദ ലക്ഷ്യം, വാട്ട് ഈസ് ദ പ്ലാൻ? അതിനുള്ള പ്ലാനിങ്ങും ലക്ഷ്യമൊന്നും ഇല്ലാണ്ട് കൂടെ ഇറങ്ങി പുറപ്പെടുക, അത് ഒരു തടസ്സമാണ്. ഓക്കെ, പിന്നെ ലാക്ക് ഓഫ് റിസോഴ്സസ്, ഹെവി വർക്ക് ലോഡ്. മനസ്സിലായോ? ആവശ്യത്തിന് വിഭവങ്ങളില്ല. ഓഡിറ്റിങ്ങിന് ആവശ്യമായ ടൈം, റിസോഴ്സസ്, പേഴ്സണൽ നിർബന്ധമാണ് അല്ലെ? സമയം വേണം, അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ്, വേണ്ടത്ര കാര്യങ്ങള്, വിഭവങ്ങൾ വേണം, അത് വേണം. പിന്നെ അതിനാവശ്യമായ ജോലിക്കാർ വേണം. അങ്ങനെ വരുമ്പോ ഇവിടെ ചില പോരായ്മകൾ പറയുന്നത് ഇതാണ്. എന്ത്? ലാക്ക് ഓഫ് റിസോഴ്സസ്. പല ജോലി തിരക്കും ജോലി ഭാരമൊക്കെ കൊണ്ട് ചില സ്റ്റാഫിനെ കിട്ടാതെ വരിക, ആവശ്യത്തിന് സമയമില്ലാതെ വരിക, ഇതൊക്കെ തന്നെയാണ് ലാക്ക് ഓഫ് റിസോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാക്ക് ഓഫ് ക്ലാരിറ്റി ഓഫ് മെത്തേഡ്. ഏത് മെത്തേഡ് ഉപയോഗിച്ച് നമ്മുടെ ഡാറ്റ കളക്ട് ചെയ്യണം, ഏത് രീതിയിലാണ് ഇത് ചെയ്യേണ്ടത്, അതിനുള്ള അറിവില്ല, അല്ലെങ്കിൽ അതിന്റെ അഭാവം, അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയോ വ്യക്തതയോ ഇല്ലാത്ത അവസ്ഥ. ഏത് മെത്തേഡിലൂടെ ഡാറ്റ കളക്ട് ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായ ഒരു വ്യക്തതയില്ല. ദാറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദ ഒബ്സ്റ്റക്കിൾ ഓഫ് ഇഫക്റ്റീവ് ക്ലിനിക്കൽ ഓഡിറ്റിങ്ങിന്റെ മറ്റൊരു പോരായ്മയാണെന്ന്. ഇനി എന്തില്ല? ഓർഗനൈസേഷന്റെ സപ്പോർട്ട് എല്ലായ്പ്പോഴും കിട്ടണം നിർബന്ധമുണ്ടോ? ചില സമയത്ത് ഓഡിറ്റിംഗ് നടത്താനായിട്ട് ഓർഗനൈസേഷന്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് കിട്ടാതെ വരിക. അതുകൊണ്ട് അപ്പൊ അത് പോസിറ്റീവായിട്ടും പറയുന്നുണ്ട്, നെഗറ്റീവായിട്ടും പറയുന്നുണ്ട് കേട്ടോ. നമ്മളുടെ ഫെസിലിറ്റേറ്റിംഗ് ഫാക്ടേഴ്സിലും പറയുന്നുണ്ട്. ചില ഓർഗനൈസേഷൻസ് സപ്പോർട്ട് ചെയ്യും, ചില ഓർഗനൈസേഷൻസ് ചില ഡിപ്പാർട്ട്മെന്റുകളെ സപ്പോർട്ട് ചെയ്യില്ല, ചില ഡിപ്പാർട്ട്മെന്റിന്റെ ഓഡിറ്റിംഗ് നടത്തുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യില്ല. അങ്ങനെയും വരുന്നുണ്ട്. പിന്നെ അൺവില്ലിംഗ്നെസ് ടു ചേഞ്ച്. നമ്മൾ അനലൈസ് ഒക്കെ ചെയ്ത് എന്ത് മാറ്റമാണ് കൊണ്ടുവരേണ്ടതെന്നൊക്കെ നോക്കി മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് നടപ്പിലാക്കണം. പക്ഷെ പലപ്പോഴും ഓർഗനൈസേഷൻ ഫെയിൽസ് ടു മേക്ക് ചേഞ്ചസ്. എന്ത് ചെയ്യുന്നു? പരാജയപ്പെട്ടു പോകുകയാണ്. ഓർഗനൈസേഷനിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പലപ്പോഴും മാറ്റങ്ങൾ ഒരു ഭയങ്കര കാശാവുമല്ലോ, എക്സ്പെൻസീവ് ആണ്, അതാണ് ഇതാണ്, അങ്ങനത്തെ കുറെ എക്സ്ക്യൂസസ് ഒക്കെ സ്വന്തമായിട്ട് ചിന്തിക്കും. എന്ത് പിന്നെ ആവട്ടെ, കുറച്ച് കഴിയട്ടെ, അങ്ങനെയുള്ള ഒരു ലാഗ്നെസ്സിലേക്ക് അല്ലെ, ആ ഒരു ഇതിലേക്ക് പോകും. അങ്ങനെ വരുമ്പോ ഈ ഓഡിറ്റിംഗ് നടത്തിയതിന്റെ ഫലം ഉണ്ടായി. ഓഡിറ്റിംഗ് നടത്തി പോരായ്മകൾ കണ്ടെത്തി, ആ പോരായ്മകൾ നികത്തണം, മാറ്റണം, മാറ്റങ്ങൾക്ക് വിധേയമാകണം, മാറ്റങ്ങൾ വരുത്തേണ്ടടുത്ത് വരുത്തന്നെ വേണം അല്ലെ. പക്ഷെ അതിന് തയ്യാറാകുന്നില്ല. സോ അതൊരു തടസ്സമാണ്. ക്ലിനിക്കൽ ഓഡിറ്റ് നല്ല രീതിയിൽ നടത്തി, പക്ഷെ അത് പ്രാവർത്തികമാക്കിയാലാണ് എന്താകുള്ളൂ, അത് എല്ലാവർക്കും യൂസ്ഫുൾ ആകും. ഓക്കെ,
സോ ഇത് ഈ ഒരു പെട്ടി അങ്ങനെ തന്നെ ഒന്ന് ടിക്ക് ചെയ്ത് വെച്ചേക്കാം. ഇതിൽ നിന്ന് ഒബ്സ്റ്റക്കിൾസിൽ വരുന്നതും ഫാസിലിറ്റേറ്റീവ് ഫാക്ടേഴ്സിൽ വരുന്നതോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. നിർബന്ധമായിട്ടും പഠിക്കണം. ടിക്കടാ കേട്ടാ. എന്നിട്ടൊന്ന് വേഗം ഒന്ന് കണ്ണോടിച്ച് മനസ്സിലായില്ലേ? ടേബിളിനകത്തുള്ളത് എല്ലാവർക്കും ക്ലിയർ ആണോ? യെസ്, ഓക്കെ. കോൺവെക്കേഷൻ വരാത്തവരുടെ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുമല്ലോ. മേ ബി ബൈ പോസ്റ്റ് ആയിരിക്കാം. അങ്ങനെ കിട്ടിയിട്ടുള്ള അവിടെ ഉണ്ടാവുമല്ലോ. എല്ലാവരും തന്നെ എത്താറില്ലല്ലോ ചിലപ്പോഴൊക്കെ. അങ്ങനെയുള്ളവർക്ക് ഐ തിങ്ക് അത് വേറെ ദിവസങ്ങളിൽ വേണമെങ്കിൽ നേരിട്ട് വന്ന് വാങ്ങിക്കാം. അതല്ല എങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും. അത് നേരത്തെ ഒന്ന് ഉള്ളവരോടൊന്ന് ചോദിച്ചു നോക്കിയാൽ അറിയാൻ പറ്റുമല്ലോ. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വേറെ നേരത്തെ ഉണ്ടായിരുന്നവരെ ഇപ്പൊ ഡിപ്ലോമ മാത്രം ചെയ്തവരുണ്ടാവുമല്ലോ, അവർക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിൽ അറ്റൻഡ് ചെയ്യാതെ കിട്ടിയത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് ചോദിക്കുക. കേട്ടോ, പോസ്റ്റൽ വഴി തരും, 10 daysനുള്ളിൽ കിട്ടുന്നത്. ഓക്കെ, അങ്ങനെ ആയിരിക്കണം. ഒബ്വിയസ്ലി അങ്ങനെ ആകുമല്ലോ. കാരണം ഡയറക്റ്റ് വരാൻ പറ്റാത്തവർക്ക് എന്തായാലും സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്ക് വേണം. എന്നാലല്ലേ നിങ്ങളുടെ ബാക്കി പ്രൊസീജിയേഴ്സ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. യെസ്, അതൊക്കെ കിട്ടും, കുഴപ്പമൊന്നുമില്ല. കൃത്യമായ അഡ്രസ് കിട്ടുക നിങ്ങളോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തി അതിന്റെ സ്റ്റാൻഡേർഡ്സുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു. അതിന്റെ ശേഷം നമ്മൾ വി ഹാവ് ടു ടേക്ക് ഡിസിഷൻസ്. എന്തൊക്കെയാണോ സ്റ്റാൻഡേർഡുമായിട്ടൊക്കെ ആക്ച്വൽ കമ്പാരിസൺ നടത്തി. വലിയ പാരഗ്രാഫിൽ തന്നെയാണ് വീണ്ടും പറയുന്നത്. ഞാനത് മുഴുവനൊന്നും പറയുന്നൊന്നുമില്ല. ബിക്കോസ് സെയിം തിങ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അക്കോർഡിംഗ് ടു ദ സ്റ്റാൻഡേർഡ് ഫിക്സ് ദേ വിൽ കമ്പയർ ദ ആക്ച്വൽ ഡാറ്റാസ് കളക്ടഡ് ആൻഡ് മേക്ക് ഡിസിഷൻസ് ആൻഡ് കറക്ഷൻസ്. എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നു, അത് മാറ്റങ്ങൾ വരുത്തണോ, എന്തൊക്കെയാണോ അത് എന്ത് ചെയ്യാ മാറ്റുന്നു. ഇമ്പ്രൂവ്മെന്റ് വരുത്തേണ്ടത് ഇമ്പ്രൂവ്മെന്റുകൾ വരുത്തുന്നു. ഓക്കെ, അപ്പൊ സ്റ്റാൻഡേർഡിലേക്ക് എത്താത്ത എല്ലാ കാര്യങ്ങളും നമുക്ക് ആ സ്റ്റാൻഡേർഡിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കറക്ഷൻസ് ആണ് നമുക്ക് ഈ ഒരു ക്ലിനിക്കൽ ഓഡിറ്റിലൂടെ നമുക്ക് നടത്താൻ പറ്റുക. ഓക്കെ, അപ്പൊ ദാറ്റ് മീൻസ് ദേ ഹാവ് ടു ഇൻവെസ്റ്റ് മോർ. ചിലപ്പോൾ ഇമ്പ്രൂവ്മെന്റ് നടത്തണമെങ്കിൽ അതിന് കൂടുതൽ എന്ത് ചെയ്യണം? റിസോഴ്സസ് വേണം. അതിന് വേണ്ടിയിട്ട് റിസോഴ്സസ് വേണം. പല കാര്യങ്ങളും ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടാകും. ടൈം ഇൻവെസ്റ്റ് ചെയ്യണം, സമയം കൊടുക്കണം, അല്ലെ? അവിടെയൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ സമയം വേണം, റിസോഴ്സസ് വേണം, ഫിനാൻഷ്യൽ എന്താ പറയാ ലോസ് ഒക്കെ നഷ്ടമൊക്കെ സംഭവിക്കേണ്ടി വരും, സഹിക്കേണ്ടി വരും. ഓൾ ദീസ് തിങ്സ് എല്ലാവരും ആവശ്യമുണ്ട്. അപ്പൊ അത്തരം ആക്ഷൻസ് ഒക്കെ നമ്മൾ ഈ ഒരു സ്റ്റേജിലാണ് എടുക്കുക. ഏത് 4th സ്റ്റേജിലാണ് എടുക്കുക. കമ്പാരിസൺ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ബേസിസിലാണ് വി ഹാവ് ടു ഡെവലപ്പ് ന്യൂ എന്താ പറയാ ഇംപ്രൂവ്മെന്റ്സ്, പുതിയ ഇംപ്രൂവ്മെന്റുകൾ കൊണ്ടുവരാം. പിന്നെ മാത്രമല്ല ഡെവലപ്പ് പുതിയ എന്താ പറയാ ഇന്നോവേഷൻസ്, അല്ലെങ്കിൽ എന്താ പറയാ അസസ്മെന്റുകൾ എല്ലാം ഡോക്യുമെന്റിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഓഡിറ്റ് മെത്തഡോളജി ഒക്കെ നോക്കിയിട്ട് ഓഡിറ്റിംഗ് അങ്ങനെ ഒരു നടത്തിയ ആ രീതിയിൽ കൊണ്ടുവന്ന റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇംപ്രൂവ്മെന്റുകളൊക്കെ നമുക്ക് നടത്താൻ സാധിക്കും. അത് എവിടെ നമ്മൾ ഓഡിറ്റിങ്ങിലൂടെ കണ്ടെത്തിയ കാര്യങ്ങൾ സാറ്റിസ്ഫാക്ടറി ആകുമ്പോൾ നമുക്ക് ശരി ഇത്രയും പോരായ്മകളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡിലേക്ക് എത്തി. അങ്ങനെ വരുമ്പോൾ ഇമ്പ്രൂവ്മെന്റിന്റെ ആവശ്യമില്ല. ഇനിയും നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാൻഡേർഡ് നമുക്ക് റീച്ച് ചെയ്യാൻ വലിയ കുഴപ്പമൊന്നുമില്ലാതെ
ബുദ്ധിമുട്ടില്ലാതെ പറ്റിയെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഡെവലപ്ഡ് ആകാം, അതിന് വേണ്ടിയുള്ള മെഷേഴ്സ്, ഓൾ ദീസ് തിങ്സ് ഇതെല്ലാം നമുക്ക് ഈ ഒരു സ്റ്റേജിലാണ് നടത്തേണ്ടി വരിക. സോ ആ ഒരു ഡാറ്റ അനാലിസിസിന്റെ ഫൈൻഡിങ്സ് ആണ് ഇതിന് നമ്മെ ഹെൽപ്പ് ചെയ്യുന്നത്. വാട്ട് എവർ തിങ്സ് വി ഹാവ് അനലൈസ്ഡ് ഇൻ ദ പെർട്ടിക്കുലർ ഡാറ്റ കളക്ഷൻ. നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തു, ഓഡിറ്റിന്റെ ടീം എല്ലാവരും കൂടി ഇരുന്ന് അനലൈസ് ചെയ്തു, അതിൽ നിന്ന് എന്തൊക്കെ നമ്മൾ കണ്ടെത്തലുകൾ നടത്തി, അതിന്റെ ബേസിസിൽ ദേ ഹാവ് ടു മേക്ക് സം ഡിസ്കഷൻസ് വിത്ത് ദ പേഴ്സണൽസ്, അവിടെയുള്ള ജോലിക്കാരുമായിട്ട് അതിന്റെ ടീമിൽ പ്രവർത്തിച്ച ആളുകളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്കസ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് ചേഞ്ചുകൾ എന്തൊക്കെ കൊണ്ടുവരണം അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ടു റിപ്പോർട്ട് ഇൻ ഡീറ്റെയിൽ. അതിന്റെ റിപ്പോർട്ടൊക്കെ കൃത്യമായിട്ട് തയ്യാറാക്കി പാർട്ടിസിപ്പൻസിന് ആരൊക്കെയാണ് ഓഡിറ്റ് ടീമിൽ പങ്കുകൊടുത്തത് എല്ലാവർക്കും ആയിട്ട് അങ്ങോട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്ത ജോലി ഇങ്ങനെയൊക്കെയാണ്, അതിനെ കുറിച്ചുള്ള ഫീഡ്ബാക്കും ഒക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. ഇതാണ് ഈ സ്റ്റേജിൽ നടത്താൻ. ഡാറ്റ കളക്ട് ചെയ്തു, കമ്പയർ ചെയ്തു, അനലൈസ് ചെയ്തു, അതിന്റെ കറക്റ്റീവ് മെഷേഴ്സ് എടുക്കുന്നു, ഡിസ്കഷൻസ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം അതിന്റെ റിപ്പോർട്ടുകൾ എല്ലാ ടീമിലുള്ള എല്ലാവർക്കും അങ്ങോട്ട് കൊടുക്കുക, ഷെയർ ചെയ്യാം. വ്യക്തമായിട്ട് ക്ലിയർ ആയോ? അത്രയും മാത്രമേ ഉള്ളൂ. ഈ ഒരു ലാസ്റ്റ് സെന്റൻസ് ആണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് കേട്ടോ. ഓൾ ദ ഫൈൻഡിങ്സ് ഡ്രോൺ ഫ്രം ദ ഡാറ്റ അനാലിസിസ്. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്താൽ മതി. അതിന്റെ ഓവറോൾ ഒരു കൺക്ലൂഷൻ ഇതാണ്. അത്ര മതി, ആവശ്യമുള്ളൂ. All the findings drawn from data analysis and subsequent discussion, including strategies to improve change, എന്ത് മാറ്റം കൊണ്ടുവരണം എന്നുള്ളത് അടക്കം should be reported in detail. അത് റിപ്പോർട്ട് ചെയ്യണം കൃത്യമായിട്ട്, ഡീറ്റെയിൽ ആയിട്ട്. To be distributed among the participants of the audit. ഓഡിറ്റില് പങ്കെടുത്തിരിക്കുന്ന പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണോ അവർക്കൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് റിപ്പോർട്ട് കൊടുക്കണം. ആസ് ഫീഡ്ബാക്ക് ആൻഡ് റിമൈൻഡർ ഓഫ് ദ വർക്ക് ഡൺ. അവർ ചെയ്ത ജോലിയുടെ ഫീഡ്ബാക്ക് എന്ന രീതിയിലോ ഒരു റിമൈൻഡർ, ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന രീതിയിലോ നടത്തിയ ജോലിയുടെ ഒരു ഫീഡ്ബാക്ക് റിപ്പോർട്ട് രൂപത്തില് എല്ലാ ടീമിലും പ്രവർത്തിച്ച എല്ലാവർക്കും, ഓഡിറ്റിന്റെ ടീമിലുണ്ടായിരുന്ന എല്ലാവർക്കും അങ്ങനെ ഒരു കോപ്പി അങ്ങനെ കൊടുക്കാം. അതാണ് അത്രേ ഉള്ളൂ. മനസ്സിലായോ? ആ ഒരു വലിയ പാരഗ്രാഫില് വീണ്ടും വീണ്ടും അത് ഇങ്ങനെ കമ്പയർ ചെയ്യണം, അത് ഇതെന്നൊക്കെ പറഞ്ഞിരിക്കുന്നതാണ്. നമുക്ക് അവിടെ അത് വെറുതെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ഈ സെന്റൻസ് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് നമ്മുടെ ഓഡിറ്റ്, ക്ലിനിക്കൽ ഓഡിറ്റിന്റെ പ്രിൻസിപ്പിൾസിലെ ലാസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് ചെക്ക് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഇംപ്രൂവ്മെന്റ്സ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നാലാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഓഡിറ്റിംഗ് നടത്തിയതിന്റെ ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്തതുമായി അനലൈസ് ചെയ്തു, സ്റ്റാൻഡേർഡ്സുമായിട്ട് കമ്പയർ ചെയ്തു, കറക്റ്റീവ് മെഷേഴ്സിന് വേണ്ടിയിട്ടുള്ള എന്താ പറയാ ഡിസ്കഷൻസ് ഒക്കെ നടത്തി, അതിന്റെ കോപ്പികളൊക്കെ എല്ലാവർക്കും അയച്ചു, എല്ലാവരും കൂടി അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തു. Then the next step is to check and maintenance for improvements. ഇനി ഈ ഡാറ്റ കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ കുറെ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരണമല്ലോ. അപ്പൊ ആ ഓഡിറ്റിംഗിന്റെ ആ ഒരു സൈക്കിൾ അല്ലെങ്കിൽ ആ ഒരു ഇത് കംപ്ലീറ്റ് ആകുന്നത് ഈ ഒരു സ്റ്റെപ്പോട് കൂടിയാണ്. വെരിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ്. നമ്മൾ വെരിഫൈ ചെയ്യുന്നു അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യുന്നു അവരുടെ എന്തൊക്കെ പുതിയ പുതിയ സ്ട്രാറ്റജീസോ അല്ലെങ്കിൽ റൂൾസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് എത്രത്തോളം ഉണ്ട് എന്ന്, ആ മാറ്റങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഫലം ഉണ്ടോ എന്ന് അറിയണ്ടേ, അതിന്റെ റിസൾട്ട് നമുക്ക് അറിയണം. അതിന് വേണ്ടിയിട്ട് മോണിറ്ററിംഗ് ആൻഡ് വെരിഫിക്കേഷൻ ഷുഡ് ബി ഡൺ. അതാണ്, അപ്പോഴാണ് ആ സൈക്കിൾ കംപ്ലീറ്റ് ആവുള്ളൂ. ഓഡിറ്റ് സൈക്കിള് കംപ്ലീറ്റ് ആകണമെങ്കിൽ ഇതും കൂടി ചെയ്യണം. അല്ലാതെ ബാക്കിയെല്ലാം ചെയ്തു, ഓക്കെ ഇനിയെല്ലാം നമ്മൾ ഓക്കെ ആക്കിയിട്ടുണ്ട്, ഓഡിറ്റ് ഒക്കെ ചെയ്തു, ഇംപ്രൂവ്മെന്റുകളൊക്കെ വരുത്തിയിട്ടുണ്ട്. പക്ഷെ ഇംപ്രൂവ്മെന്റ് വരുത്തി എന്ന് തീർത്തു കഴിഞ്ഞാൽ മാത്രം അവിടെ ഓഡിറ്റിംഗ് കംപ്ലീറ്റ് ആകുന്നില്ല. വാട്ട് എവർ ഇംപ്രൂവ്മെന്റ്സ് ഹാവ് ബീൻ ടേക്കൺ, എന്തൊക്കെ ഇംപ്രൂവ്മെന്റ്സ് നമ്മൾ നടത്തി, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചേഞ്ചസ് കൊണ്ടുവന്നു, ആൻഡ് വാട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് ദാറ്റ്, അതിന്റെ റിസൾട്ട് കൂടി അറിയുമ്പോഴാണ് ഓഡിറ്റിംഗിന്റെ സൈക്കിള് കംപ്ലീറ്റ് ആകുന്നുള്ളൂ എന്ന്. ക്ലിയർ ആയോ? മനസ്സിലായോ? ആ സെന്റൻസ് അതാണ്. ഓഡിറ്റ് സൈക്കിൾ കൺക്ലൂഡ്സ് വിത്ത് ദ വെരിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് ഓഫ് ഇംപ്ലിമെന്റഡ് സ്ട്രാറ്റജീസ്. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കണം. ഇത് വളരെ അത്യാവശ്യമായ ഒരു സ്റ്റെപ്പാണ്, എസെൻഷ്യൽ ആണ്, വളരെ നെസസറി ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് ഈ പറയുന്ന വെരിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് ഓഫ് ഇംപ്ലിമെന്റഡ് സ്ട്രാറ്റജീസ്. നമ്മൾ കൂടുതൽ പുതിയതായിട്ട് നടപ്പിലാക്കിയ സ്ട്രാറ്റജീസ് ഒക്കെ അത് എത്രത്തോളം നല്ലതാണെന്ന് വെരിഫൈ ചെയ്യണം, മോണിറ്റർ ചെയ്യണം. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് തന്നെയാണ്. കാരണം
പീരിയോഡിക് വെരിഫിക്കേഷൻസ് ചിലപ്പോ ആഴ്ചയിലോ മാസത്തിലോ അങ്ങനെ ചേഞ്ചസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എവിടെയൊക്കെ നമ്മൾ മാറ്റങ്ങൾ വന്നു എന്നൊന്ന് മോണിറ്റർ ചെയ്യുന്നത് നല്ലതാ. അല്ലാതെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ട് അത് അങ്ങനെ തന്നെ മാറിക്കോളും അല്ലെങ്കിൽ അതങ്ങനെ ചെയ്തോട്ടെ നടന്നോട്ടെ ബാക്കി നമ്മൾ അന്വേഷിക്കേണ്ടെന്നല്ല. ആ മാറ്റങ്ങൾ എത്രത്തോളം ഫലവത്തായി, എത്രത്തോളം നല്ല റിസൾട്ട് അതിന് ഉണ്ട് ആ ഒരു ചേഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടത് എന്ന് വെരിഫൈ ചെയ്യണം. അത് ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് നമ്മൾ അഡോപ്റ്റ് ചെയ്ത് അതിനുശേഷം അതിന്റെ റിസൾട്ട് കമ്പയർ ചെയ്തു എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിന്റെ ഒരു എത്രത്തോളം നമുക്ക് ഉദ്ദേശിച്ച ഒബ്ജക്റ്റീവ് നമുക്ക് നേടിയെടുക്കാൻ പറ്റി എന്നുള്ളതും നമ്മുടെ പ്ലാന് വളരെയധികം സക്സസ്ഫുൾ ആയി എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ ഈ ഒരു സ്റ്റെപ്പ് കൊണ്ടാൻ പറ്റില്ല. അല്ലെ, നമ്മൾ വെറുതെ കഷ്ടപ്പെട്ട് കുറെ ഓഡിറ്റുകൾ നടത്തി ഡാറ്റ ഒക്കെ കളക്ട് ചെയ്ത് അതൊക്കെ കൊണ്ടുവന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് കുറെ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നു. ഇനി മാറ്റങ്ങൾ അനുസരിച്ച് ആ ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും പുരോഗമനം ഉണ്ടായോ അതറിയണ്ടേ. അതിന് പ്രോപ്പർ ആയിട്ടുള്ള മോണിറ്ററിങ്ങും വെരിഫിക്കേഷനും നെസസറി ആണ്. ക്ലിയർ ആയോ? ആ ഒരു സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്തേക്കട്ടെ. ഇറ്റ് ഈസ് എസെൻഷ്യൽ. ആ ഒരു സെന്റൻസ് മാത്രം മതി ഇവിടെ വരാൻ, ഇൻട്രൊഡ്യൂസ്ഡ് വരാൻ. അതിന്റെ ആവശ്യമുള്ളൂ നമുക്ക്. ബാക്കിയൊക്കെ ഈ പറഞ്ഞത് തന്നെ വീണ്ടും അത് തന്നെയാ പറഞ്ഞത്. എന്നൊക്കെ പറഞ്ഞു. ക്ലിയർ അല്ലേ? സെന്റൻസിന്റെ ആവശ്യമുള്ളൂ. കാരണം ബാക്കിയൊക്കെ ഒറ്റ സെന്റൻസിലെല്ലാം എന്താ പറയാ കൺക്ലൂഡഡ് ആണ്. ഒറ്റ സെന്റൻസ്. ആ ആദ്യത്തെ സെന്റൻസ് അത് തന്നെ കുറച്ചുകൂടി ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു രണ്ടാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് മാത്രം കേട്ടോ. അത് തന്നെ സെയിം തന്നെയാണ്, കുറച്ചുകൂടി വേറെ രീതിയിൽ പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് അതിന്റെ ഏറ്റവും കൺക്ലൂഡഡ് ആയിട്ടുള്ള ഭാഗം. അഞ്ചാമത്തെ പോയിന്റിന്റെ ഏറ്റവും മെയിൻ കാര്യം അതാണ്. മോണിറ്റർ ചെയ്യുക, ചെക്ക് ചെയ്യുക, മെയിൻ്റനൻസ് എത്രത്തോളം ഇംപ്രൂവ്മെന്റുകൾ വന്നതെന്ന് പീരിയോഡിക്കലായിട്ട് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതിനുള്ളൂ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലിനിക്കൽ ഓഡിറ്റിങ്ങിന്റെ പ്രധാനപ്പെട്ട മെത്തേഡുകളാണ്. അതിനൊരു സൈക്കിൾ ഉണ്ട്. ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു സൈക്കിൾ രൂപത്തിലാണ്. സൈക്കിൾ പറയാം, സർക്കിൾ രൂപത്തിലായിരിക്കും. ഒരു സർക്കിൾ രൂപത്തിലുള്ള ഒരു ഫ്ലോ ചാർട്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ഫ്ലോ ചാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതൊന്നും ഇപ്പോഴും ഇട്ട് വെച്ചേക്കാം. ആ ഫ്ലോ ചാർട്ടിൽ പറഞ്ഞേക്കണ ഈ സാധനമാണ് ഈ ABCD എന്നും പറഞ്ഞും ഇട്ടിരിക്കുന്നത്. ഓക്കെ, അത് വീണ്ടും നമുക്ക് ഇവിടെ എന്താ പറയാ ഓരോന്നോരോന്ന് വേറെ പഠിക്കാനുണ്ട്. അപ്പൊ 3 രീതിയിൽ തന്നിട്ടുണ്ട്. ഒന്ന് പോയിന്റ് വൈസ് ആയിട്ട് മെത്തേഡ്സ് സ്റ്റെപ്സ് സൈക്കിൾ ഇൻ ക്ലിനിക്കൽ ഓഡിറ്റ്. ക്ലിനിക്കൽ ഓഡിറ്റിന്റെ സൈക്കിളില് ഇത്രയും പോയിന്റ്സ് വരുന്നുണ്ട്. ആ പോയിന്റുകൾ തന്നെയാണ് ഫ്ലോ ചാർട്ട് ആയിട്ടും അതിന്റെ തന്നെ എക്സ്പ്ലനേഷൻ ആണ് താഴെ അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത്രേ ഉള്ളൂ. യെസ്, എന്താണ് ക്ലിനിക്കൽ ഓഡിറ്റിങ്ങിന്റെ സൈക്കിളിൽ വരുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഐഡന്റിഫൈ ദ ടോപ്പിക്. അപ്പൊ ഓഡിറ്റിംഗ് നടത്തുന്നതിന് മുമ്പ് എന്തിനു വേണ്ടി അതിന്റെ ടോപ്പിക് എന്താണോ അത് ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്യാം. എന്ന് വെച്ചാൽ നമുക്ക് ഓഡിറ്റ് ചെയ്യേണ്ട പ്രോഗ്രാം എന്തിനെ കുറിച്ചാണ് നമ്മൾ ഓഡിറ്റിംഗ് നടത്തുന്നത്, അതിനാ പ്രോഗ്രാം വിഷയം ഐഡന്റിഫൈ ചെയ്യാം. രണ്ടാമതേത് എഗ്രി ദ സ്റ്റാൻഡേർഡ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് ചെയ്യാം. ഒരു നിലവാരം ഇന്നതാണെന്ന്. കാരണം നമ്മൾ ഓഡിറ്റിംഗ് നടത്തിയിട്ട് നമുക്ക് കമ്പയർ ചെയ്യേണ്ടത് ഈ സ്റ്റാൻഡേർഡുമായിട്ടാണല്ലോ. അതുകൊണ്ട് രണ്ടാമത് നമ്മളൊരു സ്റ്റാൻഡേർഡ് എഗ്രി ചെയ്ത് എല്ലാവരും കൂടി ചേർന്ന് ഒരു സ്റ്റാൻഡേർഡ് എഗ്രിയബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാം. അടുത്തത് എന്താ? മെത്തഡോളജി ഡിഫൈൻ ചെയ്യാം. ഏത് രീതിയിൽ ഡാറ്റ കളക്ട് ചെയ്യണം, അങ്ങനെ ആ ഒരു ഡാറ്റ കളക്ഷന്റെ ഒരു രീതി ഏതാണെന്ന് ഡിഫൈൻ ചെയ്യാം. അടുത്ത സ്റ്റെപ്പിലാണ് പൈലറ്റ് ആൻഡ് ഡാറ്റ കളക്ഷൻ. ഡാറ്റ കളക്ഷന് വേണ്ടി നമ്മൾ പുറപ്പെടുന്നത് അടുത്ത സ്റ്റേജിലാണ്, 4ാമത്തേല്. ഓക്കെ, ABCDയിലാണ് പൈലറ്റ് ആൻഡ് ഡാറ്റ കളക്ഷൻ. ഈ പൈലറ്റ് സർവേ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? പൈലറ്റ് സർവേ എന്ന് പറഞ്ഞ ഒരു തരം ഒരു എന്താ പറയാ സർവേ മെത്തേഡാണ്. ഒരു സ്മോൾ സ്കെയിൽ സർവേ മെത്തേഡാണ്. നമുക്ക് എന്താ പറയാ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് പഠനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള സർവേ എന്ന് കേട്ടിട്ടുണ്ടോ എല്ലാവരും? പൈലറ്റ് സർവേ എന്ന് പറയുന്നത് എന്തെങ്കിലും വിഷയത്തെ കുറിച്ച് നമുക്ക് എന്താ പറയാ വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പഠനങ്ങളൊക്കെ നടത്തണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് പുറപ്പെടണം അല്ലെ. അപ്പൊ അത് നമ്മള് സെൻസസ് സർവേ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഇവിടെ പോപ്പുലേഷൻ സെൻസസ് എടുക്കാൻ വേണ്ടി സർവേക്ക് നമ്മുടെ വീടുകളിൽ വരും ഇല്ലേ? വൺസ് ഇൻ 10 years അല്ലെ, 10 വർഷം കൂടുമ്പോഴാണ് സെൻസസ് സർവേ എടുക്കുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ചോദിക്കും അല്ലെ, വീടിന്റെ ഗൃഹനാഥൻ, കുടുംബനാഥൻ, പിന്നെ ആരൊക്കെ എത്ര അംഗങ്ങളുണ്ട്, ഓരോരുത്തരും എത്ര ഏജ് ഗ്രൂപ്പ്, അങ്ങനെ പല ഡീറ്റെയിൽസും കളക്ട് ചെയ്തിട്ടാണ് പോണേ. ഒറ്റ ടൈമിൽ തന്നെ ഈ പറയുന്ന കുറെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തു പോകും. അതിന് കുട്ടികൾ പഠിക്കുന്ന ആൾക്കാരാണോ, ജോലി ചെയ്യുന്നവരാണോ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അത് പോപ്പുലേഷൻ സെൻസസ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വലിയ സമഗ്രമായ ഒരു സർവേക്കൊക്കെ വരും. അപ്പൊ അത് തന്നെ അങ്ങനത്തെ ഒരു സർവേ മെത്തേഡ് തന്നെയാണ് പൈലറ്റ് സർവേ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള
ഡാറ്റ കളക്ഷൻ നടത്തുക. അതിനുശേഷം ഡാറ്റ കളക്ട് ചെയ്താൽ അത് അനലൈസ് ചെയ്യുക, അതിനെക്കുറിച്ച് റിപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റുകൾ കൊണ്ടുവരണമെങ്കിൽ മേക്ക് റെക്കമെൻഡേഷൻസ്, അതിന് വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻസ് നടത്തുക. റെക്കമെൻഡേഷൻസ് നടത്തിയിട്ടാണ് ഇംപ്ലിമെന്റിംഗ് ദ ചേഞ്ച്, ആ ചേഞ്ച് നടപ്പിലാക്കുന്നത്. ഈ സംഭവം തന്നെയാണ്, ജി വരെയുള്ള പോയിന്റുകൾ തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ ഫ്ലോ ചാർട്ടിലും കാണാൻ സാധിക്കുക. ഓക്കെ, കണ്ടോ ഫ്ലോ ചാർട്ടാണ് നമ്മൾ ക്ലിക്ക് ചെയ്യാൻ പഠിപ്പിച്ചോ. എന്താ പറഞ്ഞത്, നിങ്ങളോട് ടിക്ക് ഇടാൻ പറഞ്ഞത്. ഫ്ലോ ചാർട്ട് പഠിക്കുക. ഫ്ലോ ചാർട്ടിനകത്ത് ലാസ്റ്റ് പോയിന്റ് കൂടി ഉണ്ട്, റീ ഓഡിറ്റ്. അതാണ് റീ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെരിഫിക്കേഷൻസ് നടത്തുന്നത്. എല്ലാം കഴിഞ്ഞു, ചേഞ്ച് ഒക്കെ കൊണ്ടുവന്നു, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, റീ ഓഡിറ്റിംഗ് നടത്തും. വീണ്ടും ഒന്നും കൂടി പരിശോധിക്കും, ഇംപ്ലിമെന്റ് ചെയ്ത ചേഞ്ചസ് ഒക്കെ നടപ്പിലാകുന്നുണ്ടോ, ഫലവത്താണോ, ഇംപ്രൂവ്മെന്റുകൾ വരുന്നുണ്ടോ, അതാണ് റീ ഓഡിറ്റ്. അപ്പൊ റീ ഓഡിറ്റോട് കൂടിയാണ് ആ സ്റ്റേജസ് ഓഫ് നമ്മളുടെ ഓഡിറ്റ്, ക്ലിനിക്കൽ ഓഡിറ്റ് കംപ്ലീറ്റ് ആകുന്നത്. നോക്കിയാ നിങ്ങൾ ആ ഫ്ലോ ചാർട്ടിലും അങ്ങനെ തന്നെ ഇല്ലേ നോക്കിയേ. സെലക്ട് ടോപ്പിക്, അതാണ് ഐഡന്റിഫൈങ് ടോപ്പിക് എന്ന് പറഞ്ഞത്. രണ്ടൊന്നും തന്നെ, അവിടെ സെലക്ട് എന്ന് പറഞ്ഞു, ഇവിടെ ഐഡന്റിഫൈങ് ടോപ്പിക് എന്ന് പറഞ്ഞു. പിന്നെ അതിനെ സ്റ്റാൻഡേർഡുമായിട്ട് ബെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റാൻഡേർഡ് അതിന് വേണ്ടി ഫിക്സ് ചെയ്യുന്നു, അഗ്രി ചെയ്യുന്നു. അതിന് പിന്നീട് നമ്മൾ ഡാറ്റ ഒക്കെ കളക്ട് ചെയ്യാനുള്ള മെത്തഡോളജി, അതിനുശേഷം പൈലറ്റ് ആൻഡ് ഡാറ്റ കളക്ഷൻ, ഡാറ്റ കളക്ട് ചെയ്യുന്നു, അത് വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരണമെങ്കിൽ അതിന്റെ റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നു. അതിനുശേഷം ചേഞ്ച് ഇംപ്ലിമെന്റ് ചെയ്യുന്നു, വീണ്ടും ഓഡിറ്റ് ചെയ്യുന്നു. വീണ്ടും അങ്ങനെ ചക്രം അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അതിന്റെ സൈക്കിൾ എന്ന് ഉദ്ദേശിച്ചത്. അത് എന്ന് പറയുന്ന ഒരു നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആയിട്ട് വീണ്ടും ഇങ്ങനെ കറങ്ങി പോകും. കണ്ടോ, ഫ്ലോ ചാർട്ടായിട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ആരോ മാർക്ക് കാണണ്ടോ നിങ്ങള്? ആരോ മാർക്ക് എന്ന് ഉദ്ദേശിച്ചാൽ അതിങ്ങനെ പോകുക എന്ന് തന്നെ അർത്ഥം. അതിനൊരു സ്റ്റോപ്പ് ഇല്ല. അതുകൊണ്ടാണ് സൈക്കിൾ രൂപത്തിലുള്ള ആരോ മാർക്ക് നമുക്കവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു സൈക്ലിക് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഫ്ലോ ചാർട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, യെസ്. ഇനി അതിന്റെ ഓരോന്ന് നമ്മള് ഓരോ ഈ സ്റ്റെപ്പുകളും വീണ്ടും ഒന്നും കൂടി എന്താ പറയാ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇവര് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേത് എന്താ? ഒന്നാമത്തെ വേണമെങ്കിൽ പറയാം, ഐഡന്റിഫൈ ദ ടോപ്പിക്. എന്തിനാണോ നമ്മൾ ഓഡിറ്റിംഗ് വേണ്ടി വരുന്നത് അതിന്റെ ടോപ്പിക് നമ്മൾ മനസ്സിലാക്കണം ആദ്യം. അല്ലാതെ ടോപ്പിക് മനസ്സിലാകാതെ ഓഡിറ്റിങ്ങിന് വേണ്ടി നമുക്ക് ഇറങ്ങി പുറപ്പെടാൻ പറ്റില്ല. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഐഡന്റിഫൈ ദ ടോപ്പിക് ഓഫ് ദ ഓഡിറ്റ്, ഓഡിറ്റിന് വേണ്ടിയിട്ടുള്ള ടോപ്പിക്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു അപ്രോപ്രിയേറ്റ് തീം നമ്മൾ ചൂസ് ചെയ്യണം. എന്താണ് ഇത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്? അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യണം? ദ പ്രോബ്ലം ടു ബി ഓഡിറ്റഡ് ഹാസ് ആൻ ഇമ്പോർട്ടന്റ്. നമ്മൾ ഏത് കാര്യത്തെ കുറിച്ചാണോ ഓഡിറ്റിംഗ് ചെയ്യാൻ പോണേ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അതിന്റെ റിസൾട്ട്, അതിനകത്ത് എത്രത്തോളം അതിനെന്തുവരെ കോസ്റ്റ് വരുന്നുണ്ട്, അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തേണ്ട റിസോഴ്സസ്, അതിനകത്തുള്ള റിസ്ക്, ഇതൊക്കെ അറിയണം. കാരണം വെച്ചാൽ ഒരു ഓഡിറ്റിംഗ് നടത്തുക എന്നുള്ളത് അത്ര സിമ്പിളോ ഈസിയുമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെലവാക്കുന്ന പൈസ ആയിക്കോട്ടെ, റിസോഴ്സസ് ആയിക്കോട്ടെ, അതിന്റെ റിസൾട്ട്, അതിനകത്ത് വരുന്ന ഇൻക്ലൂഡ് ആകുന്ന റിസ്കുകൾ, ഇതൊക്കെ വെച്ച് നോക്കിയിട്ടാണ് നമ്മൾ ആ ടോപ്പിക് സെലക്ട് ചെയ്യുന്നത്. മനസ്സിലായോ? ഒന്നാമത്തെ പോയിന്റ്. ഒരു നല്ല ക്ലിനിക്കൽ ഓഡിറ്റിന് തീം നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ ഉറപ്പുവരുത്തണം. അതായത് ഇതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. ക്ലിനിക്കൽ ഓഡിറ്റിന്റെ പ്രോബ്ലം ചൂസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതെങ്ങനെ ചൂസ് ചെയ്യണം? ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ ഔട്ട്കംസ്, അതിന്റെ റിസൾട്ട്, അതിന്റെ കോസ്റ്റ്, അതിന്റെ റിസ്ക്, അതിന്റെ റിസോഴ്സസിനെ ബേസ് ചെയ്ത്. ക്ലിയർ ആയോ ഒന്നാമത്തെ പോയിന്റ്? അടുത്തത് എന്താ? ഇംപ്രൂവ്മെന്റ്സ് മെയ്ഡ് ഓൺ ദ സബ്ജക്ട് ഇൻ ക്വസ്റ്റ്യൻ ക്യാൻ ബി ഈസിലി. അതായത് നമുക്ക് എന്താ പറയാ ഈ ഇതിനു വേണ്ടിയിട്ടുള്ള റിസ്ക്കും അതുപോലെ തന്നെ ഔട്ട്കമും അതിന്റെ റിസോഴ്സ് ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓഡിറ്റിന് വേണ്ടിയിട്ടുള്ള ടോപ്പിക് ചൂസ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ പറയാ പെട്ടെന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ഇംപ്രൂവ്മെന്റുകളൊക്കെ കൊണ്ടുവരുമ്പോൾ ആ ഇംപ്രൂവ്മെന്റുകൾക്ക് അനുസരിച്ച് അതിന് ഏതൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് വരുന്നത്, അതനുസരിച്ചുള്ള ഇംപ്രൂവ്മെന്റ്. എന്തുകൊണ്ട് അത് അങ്ങനെ വന്നു, എന്താണ് ഇതിന് കാരണം, എന്തുകൊണ്ട് അവിടെ ഡൗൺ ആയി, അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ എളുപ്പം എന്താ പറയാ ഈസി ആയിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇംപ്രൂവ്മെന്റുകളാണ് നമ്മൾ അതനുസരിച്ച് കൊണ്ടുവരാം. അപ്പൊ അങ്ങനെ ചൂസ് ചെയ്യുമ്പോഴും അതിന്റെ ആ കോൺസിക്വൻസസ്, ഓർഗനൈസേഷന് അതിനോടുള്ള ചില എന്താ പറയാ അതിന്റെ ഫലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൂടി നോക്കിയിട്ട് പ്രത്യാഘാതങ്ങളും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും എല്ലാം നോക്കണം. അതുകൂടി നോക്കിയിട്ടാണ് നമ്മൾ ക്ലിനിക്കൽ ഓഡിറ്റിന് വേണ്ടിയിട്ടുള്ള ടോപ്പിക് ചൂസ് ചെയ്യേണ്ടത്. ഇനി മാത്രമല്ല ഇതിനു വേണ്ടി മസ്റ്റ്
ഡെവലപ്പ് സം സയന്റിഫിക് എവിഡൻസ്, അവരുടെ ശാസ്ത്രീയമായിട്ടുള്ള ചില എവിഡൻസുകൾ, തെളിവുകൾ അവർക്ക് അവൈലബിൾ ആയിരിക്കും ഈ ഒരു ഓഡിറ്റ് നടത്താൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ചില ഗൈഡ് ലൈൻസ് ആയിരിക്കാം, ചില സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ചില പല ആളുകളുടെയും റിവ്യൂസ് ആയിരിക്കാം. ഇതൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് അതിന് പറ്റിയ കാര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കണം, അതും അവൈലബിൾ ആണോ എന്ന് നോക്കണം. ഈ ഓഡിറ്റ് നടത്തുമ്പോൾ അതിന് സയന്റിഫിക് ആയിട്ടുള്ള തെളിവുകൾ ഉണ്ടോ, ശാസ്ത്രീയ തെളിവുകൾ നമുക്ക് നിരത്താനുണ്ടോ, അല്ലാതെ വല്ലതും എന്തെങ്കിലും ചോദിച്ചു കഴിയുമ്പോൾ അതിന് മറുപടി ഇല്ല, ഉത്തരവില്ലാത്ത ഒരവസ്ഥ വരാൻ പാടില്ലല്ലോ. സയന്റിഫിക് എവിഡൻസുകൾ ഉള്ളത് കൂടി നമ്മൾ ചൂസ് ചെയ്യാം. സ്ട്രോങ് സയന്റിഫിക് എവിഡൻസ് ഉണ്ടോ എന്ന് കൂടി അന്വേഷിച്ചിട്ട് വേണം ആ ഒരു ടോപ്പിക് തയ്യാറാക്കാൻ. ക്ലിയർ ആയോ? അപ്പൊ ഒന്നാമത്തെ ഐഡന്റിഫൈ ദ ടോപ്പിക് ആണ് കേട്ടോ. അത് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളൂ. ജസ്റ്റ് അതൊന്ന് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. യെസ്, അപ്പൊ അടുത്ത സ്റ്റേജ് നമുക്ക് അടുത്ത ദിവസം എടുക്കുന്നുള്ളൂ. ഒന്നാമത്തെ സ്റ്റേജ് മാത്രം. ആ ഒരു സൈക്കിൾ ഓഡിറ്റിന്റെ, ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ആ സൈക്കിള് എന്തായാലും പഠിച്ചു വെക്കണം. ആ ഒരു ഫ്ലോയിൽ തന്നെ ചിലപ്പോൾ അത് തെറ്റിത്തരാം, ഇതിലേതാണ് ശരി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ തരാൻ സാധ്യതയുണ്ട്. സോ ആ രീതിയിൽ നിങ്ങളൊന്ന് പഠിക്കണം കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത ദിവസം എടുത്താൽ പോരെ. കൂടുതൽ എടുക്കുമ്പോ നിങ്ങൾ നിർത്തുന്നില്ലേ എന്ന് വിചാരിക്കും, മനസ്സിൽ തോന്നും നിങ്ങൾക്ക്. ഓക്കെ, പറയാൻ പറ്റില്ല, അതുകൊണ്ട് കടിച്ചു പിടിച്ചിരിക്കുന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നാം. കാരണം അങ്ങനത്തെ ടോപ്പിക്കാണ്. ഈ ഡിപ്ലോമയുടെ പോലെ അല്ല, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറെ തിയററ്റിക്കൽ കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഈ മേഖലയൊക്കെ അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്ക് എന്താ പറയാ അഡ്മിനിസ്ട്രേഷന് പോകുമ്പോ ആ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്നുള്ളൊരു ബോധ്യത്തോടെ നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഞങ്ങൾ കേട്ടതാണ്, പഠിച്ചതാണെന്നുള്ളൊരു ബോധ്യം വേണ്ടേ. അതുകൊണ്ടാണ് ഇങ്ങനെ കുഴപ്പം വരുന്നത്. കുറച്ചുകൂടി ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. ഓക്കെ, പക്ഷെ ചാപ്റ്ററിന്റെ ഒരു സ്വഭാവ രീതി അങ്ങനെയായിരിക്കും. ഓക്കെ, സി യു, ബൈ, താങ്ക് യു.